Hello, good morning all. Hello, sir. മുരളി മോഹൻ sir. Sir join ചെയ്തില്ല. ഞാൻ റെഡിയാണ്. ഓക്കെ സർ. ഓക്കെ സർ. സാറിന്റെ കുറെ സ്റ്റുഡൻസ് ഒക്കെ ജോയിൻ ചെയ്തിട്ടുണ്ട്. നമ്മൾ എല്ലാവരെയും വെൽക്കം ചെയ്യണം ക്ലാസ്സിലേക്ക്. അതെ അതെ, എന്റെ ഒരു കുറെ സ്റ്റുഡൻസ് ഇപ്പൊ ഡിപ്ലോമ പഠിക്കുന്ന സ്റ്റുഡൻസ് ഞാൻ അതിനെ പറഞ്ഞവരുണ്ട് ജോയിൻ ചെയ്യാൻ പറ്റും. താങ്ക് യു സർ. സ്റ്റാർട്ട് ചെയ്യാം സർ. സ്റ്റാർട്ട് ചെയ്യാം. അന്നേരം ഒന്ന് ഇൻട്രൊഡ്യൂസ് ചെയ്തേരെ. പുതിയ ആൾക്കാർ കാണുമല്ലോ. അതെ അതെ സാർ പറഞ്ഞോളൂ. സാർ ഇൻട്രൊഡ്യൂസ് ചെയ്തോളൂ. സാർ ഇൻട്രൊഡ്യൂസ് ചെയ്തോളൂ. സാർ എന്താ ചെയ്യുന്നത്? സെൽഫ് ഇൻട്രൊഡ്യൂസ് ചെയ്താൽ മതിയോ? മതി സർ. സാർ എന്തൊക്കെയാ ചെയ്യണമെന്ന് പറഞ്ഞോളൂ. ഓക്കെ, ഗുഡ് മോർണിംഗ് ടു ആൾ. എല്ലാവർക്കും വിംബിൾ അക്കാദമിയുടെ മോർണിംഗ് സർക്കിളിലേക്ക് സ്വാഗതം. പിന്നെ ഞാൻ നേരത്തെ രണ്ടാമത്തെ തവണയാണ് ഇവിടെ വരുന്നത്. നേരത്തെ ഒരു പ്രാവശ്യം ക്ലാസ് എടുത്തിരുന്നു മൈൻഡ് പവറിനെ കുറിച്ച്. ഇന്ന് ബ്രെയിൻ റീവയറിങ്ങിനെ കുറിച്ചാണ്. അപ്പൊ ഞാൻ എന്നെ ഒന്ന് പരിചയപ്പെടുത്താം. ഞാൻ ഡോക്ടർ മുരളി മോഹൻ, കരുനാഗപ്പള്ളിയില് മൈൻഡ് വിഷൻ കൗൺസിലിംഗ് സെന്റർ എന്ന് പറയുന്ന സ്ഥാപനം നടത്തുകയാണ്. സ്റ്റുഡൻസ് കൗൺസിലിംഗും ഫാമിലി കൗൺസിലിംഗും ചെയ്യുന്നു. സൈക്കോളജിസ്റ്റും സൈക്കോതെറാപ്പിസ്റ്റുമാണ്. പിന്നെ സ്കൂൾ കോളേജുകളിലെ കുട്ടികൾക്കുള്ള ട്രെയിനിങ് പ്രോഗ്രാം, ടീച്ചേഴ്സിനുള്ള ട്രെയിനിങ് പ്രോഗ്രാം, പേരൻസിനൊക്കെയുള്ള ട്രെയിനിങ് തരും. കഴിഞ്ഞ ഒരു 35 years ആയിട്ട് ഇത്തരത്തിലുള്ള പ്രോഗ്രാംസ് കണ്ടക്ട് ചെയ്യും. ഇന്ന് മറ്റുള്ള എല്ലാവർക്കും എന്നെ കേൾക്കാൻ പറ്റുന്നുണ്ടോ? കേൾക്കുന്നുണ്ട്. ആരെയും കാണുന്നില്ല, ഒരാളുടെയും വീഡിയോ ഒന്നും കാണുന്നില്ല. കുറച്ചു പേരുടെ വീഡിയോ ആര് ഓൺ ചെയ്യാത്തോണ്ടാണോ? വീഡിയോ ഓൺ ചെയ്തിട്ടില്ല. ഓക്കെ ഓക്കെ. എന്നാലും രാവിലെ എല്ലാരും ഓരോ ജോലികളിലായിരിക്കും, അതുകൊണ്ടാണ്. എല്ലാരും പക്ഷെ കേൾക്കുന്നുണ്ട്. ഏതായാലും വീഡിയോ കേൾക്കുന്നുണ്ട്, കാണുന്നില്ല എന്നേ ഉള്ളൂ. ഓഡിയോ ചില റെസ്പോൺസ് ഉണ്ടെങ്കിൽ നല്ലതാണ്, ഇന്ററാക്ട് ചെയ്യാൻ നല്ലതാണ്. അത് നിങ്ങൾ തീർച്ചയായിട്ടും വീഡിയോ വേണമെന്ന് നിർബന്ധമില്ല. ഓഡിയോയിലൂടെ റെസ്പോൺസോട് ഇടയ്ക്കിടയ്ക്ക് ഉണ്ടെങ്കിൽ നല്ലത്. നമ്മൾ വളരെ പ്രധാനപ്പെട്ട ഒരു വിഷയത്തെ കുറിച്ചാണ് സംസാരിക്കുന്നത്. ന്യൂറോ പ്ലാസ്റ്റിസിറ്റി, ബ്രെയിൻ റീവയറിംഗ്. അപ്പൊ ആൾറെഡി നിങ്ങൾക്ക് ചിലപ്പോൾ അറിയാമായിരിക്കും. നമുക്ക് അതിനെ കുറിച്ച് ഒന്ന് ക്ലാരിഫൈ ചെയ്യാം. ഇത് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള തലച്ചോറിന്റെ ഒരു പ്രത്യേകതയാണ് ബ്രെയിൻ പ്ലാസ്റ്റിസിറ്റി അല്ലെങ്കിൽ ന്യൂറോ പ്ലാസ്റ്റിസിറ്റി. അപ്പോൾ ന്യൂറോ എന്ന് പറഞ്ഞാൽ ന്യൂറോൺ എന്നുള്ള വാക്കിന്നാണ്. തലച്ചോറിലെ കോശങ്ങൾ, നാഡീകോശങ്ങളെയാണ് നമ്മൾ ന്യൂറോൺ എന്നുള്ളത് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. പ്ലാസ്റ്റിസിറ്റി എന്ന് പറയുന്നത് അതിന്റെ പ്ലാസ്റ്റിക് നേച്ചർ, ദാറ്റ് വിച്ച് ക്യാൻ ബി ചേഞ്ചബിൾ എന്നുള്ള അർത്ഥത്തിലാണ്. അപ്പൊ ന്യൂറോ പ്ലാസ്റ്റിസിറ്റി എന്ന് പറഞ്ഞാല് തലച്ചോറിന്റെ കോശങ്ങളുടെ ചേഞ്ച് ചെയ്യാനുള്ള കഴിവ്. അതുകൊണ്ടാണ് ആ പ്ലാസ്റ്റിക് എന്നുള്ള പേര് വന്നത്. അപ്പൊ ന്യൂറോ പ്ലാസ്റ്റിസിറ്റി, അതിന് വേറൊരു പേരാണ് ബ്രെയിൻ പ്ലാസ്റ്റിസിറ്റി എന്നും വിളിക്കും. അപ്പൊ ഇതാണ് ബ്രെയിൻ റീവയറിങ്. ബ്രെയിൻ റീവയറിങ് എന്ന് പറഞ്ഞാൽ നമ്മൾ റീവയർ ചെയ്യല്ല, ബ്രെയിൻ തനിയെ റീവയർ ചെയ്യപ്പെടും. അതിന് നമ്മൾ ചില കാര്യങ്ങൾ ചെയ്യാൻ. അപ്പൊ നമ്മൾ ആദ്യം പഠിക്കുന്നത് എന്താണ് ബ്രെയിൻ റീവയറിങ്, എങ്ങനെ നമുക്ക് ബ്രെയിനിനെ റീവയർ ചെയ്യാം, എന്തെല്ലാമാണ് അതിന്റെ ഗുണങ്ങൾ. ഒരുപാട് ഗുണങ്ങളുള്ളൊരു കാര്യമാണ്. അപ്പൊ നമ്മൾ തീർച്ചയായിട്ടും എല്ലാവരും അറിഞ്ഞിരിക്കേണ്ട ഒരു വിഷയമാണ് ഇത്. പക്ഷെ അത്രയൊരു പോപ്പുലാരിറ്റി ഇതിന് കിട്ടുന്നില്ല എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. അപ്പൊ എന്താണ് ന്യൂറോ പ്ലാസ്റ്റിസിറ്റി അല്ലെങ്കിൽ ബ്രെയിൻ പ്ലാസ്റ്റിസിറ്റി? ദി എബിലിറ്റി ഓഫ് ദി ബ്രെയിൻ, തലച്ചോറിന്റെ കഴിവ്,
to reorganize its neural connections, neural pathways. അപ്പൊ തലച്ചോറിലെ കോശങ്ങൾ തങ്ങളിലുള്ള കണക്ഷൻസ് റീഓർഗനൈസ് ചെയ്യുക ബൈ ഫോമിങ് ന്യൂ ന്യൂറൽ കണക്ഷൻസ്, ന്യൂ ന്യൂറൽ പാത്വേസ്. അപ്പൊ തലച്ചോറിനകത്ത് പുതിയ ന്യൂറൽ പാത്വേസ് ഉണ്ടാകും. ഇപ്പൊ ന്യൂറൽ പാത്വേസ് എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലായി കാണും, ന്യൂറോൺസ് തങ്ങളിലുള്ള കണക്ഷൻ, ലിങ്ക്. അപ്പൊ ഇങ്ങനെ പുതിയ പുതിയ ന്യൂറൽ പാത്വേ ഉണ്ടാകുന്നു, ന്യൂറൽ കണക്ഷൻസ് ഉണ്ടാകുന്നു. അതിലൂടെ തലച്ചോറിന്റെ സ്ട്രക്ചറും കെമിസ്ട്രി എല്ലാം മാറുന്നു, ഫങ്ഷൻ മാറുന്നു, തലച്ചോറിന് കൂടുതൽ കഴിവുകൾ ലഭിക്കുന്നു. നമ്മളുടെ മൊത്തമായിട്ടുള്ള ശരീരത്തിന്റെ എബിലിറ്റിയും കൂടുന്നു, നമ്മുടെ ടാലൻസ് കൂടുന്നു, നമ്മുടെ ഏജിങ് കുറയുന്നു, ബ്രെയിൻ കൂടുതൽ ആക്റ്റീവ് ആവുന്നു, കൂടുതൽ പ്രവർത്തനക്ഷമമാകും. അപ്പൊ തലച്ചോറിൽ ഇങ്ങനെ ഈ ഏത് പ്രായത്തിലും, അപ്പൊ ഏത് പ്രായം വരെ ഇത് സംഭവിക്കാമെന്ന് ചോദിച്ചാൽ ടിൽ ഡെത്ത്, ഈവൻ അപ് ടു ദി ഏജ് ഓഫ് 90-95 എന്ന് വേണമെങ്കിൽ പറയാം. പക്ഷെ അത് വേണ്ട, ടിൽ ദി എൻഡ് ഓഫ് ലൈഫ് ദിസ് പ്രോസസ് കണ്ടിന്യൂ. ഈ പ്രോസസ് ഇങ്ങനെ ഏത് പ്രായത്തിലും, അപ്പൊ ഏത് പ്രായക്കാർക്കും തലച്ചോറിനെ റീവയർ ചെയ്ത് ബെറ്റർ പെർഫോമൻസിലേക്ക് കൊണ്ടുവരാം. ഇതൊരു നല്ല അറിവാണ്. ഏതാണ്ട് 1948-50 ആ കാലഘട്ടത്തിലൊക്കെയാണ് ശാസ്ത്രജ്ഞന്മാർക്ക്, ന്യൂറോ സയന്റിസ്റ്റിന് ഇതിനെ കുറിച്ചുള്ള അറിവ് ലഭിച്ചത്. അപ്പൊ ഒന്നുകൂടെ പറയാം, ഇറ്റ് ഈസ് ദി എബിലിറ്റി ഓഫ് ദി ബ്രെയിൻ ടു റീഓർഗനൈസ് ഇറ്റ് സെൽഫ് ബൈ ഫോമിങ് ന്യൂ ന്യൂറൽ കണക്ഷൻസ്. പുതിയ പുതിയ ന്യൂറൽ പാത്വേ, പുതിയ പുതിയ ന്യൂറൽ കണക്ഷൻ ഉണ്ടാകുന്നതിലൂടെ തലച്ചോറിന്റെ സ്ട്രക്ചർ, കെമിസ്ട്രി, ഫങ്ഷൻ ഒക്കെ മാറ്റിയെടുക്കുന്നതിനാണ്, മാറി വരുന്നതിനാണ് ബ്രെയിൻ റീവയറിങ്. അപ്പോ ന്യൂറോൺസ് തങ്ങളിൽ മെസ്സേജുകൾ പാസ് ചെയ്യാൻ വേണ്ടി ഇങ്ങനെ പരസ്പരം കണക്ട് ചെയ്യപ്പെടുന്നു. ന്യൂറോൺസ് ദാറ്റ് ഫയർ വിൽ വയർ എന്നാ പറയുന്നത്. ഫയർ ചെയ്യാന്ന് പറഞ്ഞാൽ അവർ മെസ്സേജ് കൈമാറുകയാണ്. അങ്ങനെ ഇതെങ്ങനെയാണ് ഉണ്ടാകുന്നത്? ബൈ എക്സ്പീരിയൻസ്, ബൈ ലേണിംഗ്. നമ്മൾ പുതിയ കാര്യങ്ങൾ പഠിക്കുന്നതിലൂടെ, പുതിയ കാര്യങ്ങൾ ചെയ്യുന്നതിലൂടെ നമ്മുടെ ഓരോ എക്സ്പീരിയൻസിന്റെ ഫലമായിട്ടാണ്. അപ്പൊ നമ്മൾ തന്നെയാണ് തീരുമാനിക്കുന്നത് നമ്മുടെ ബ്രെയിൻ എങ്ങനെയൊക്കെ റീവയർ ചെയ്യണം, എത്രമാത്രം ജീനിയസ് ആവണം, എത്രമാത്രം ടാലൻസ് വർദ്ധിപ്പിക്കണം എന്നെല്ലാം തീരുമാനിക്കുന്നത് നമ്മൾ തന്നെയാണ്. അപ്പൊ നമുക്ക് തന്നെ പണ്ട് അങ്ങനെയല്ല വിചാരിച്ചിരുന്നത്. പണ്ട് കാലത്ത് വിചാരിച്ചിരുന്നത് ഒരാൾ ബുദ്ധിമാനായിട്ട് ജനിക്കുന്നു, അവന് തലച്ചോറിനൊരു മാറ്റവും വരുത്താൻ കഴിയില്ല, ചിലർ മണ്ടന്മാരായിട്ട് ജനിക്കുന്നു. അപ്പൊ ഒരു വീട്ടിൽ ഒരമ്മയ്ക്ക് അച്ഛനും 4 മക്കളുണ്ടെങ്കിൽ ചില ആൾക്കാർ മിടുക്കന്മാരാണ്, ചില ആൾക്കാർ മണ്ടന്മാരാണ്, ചിലർക്ക് ബുദ്ധി കുറവാണ്, അവരെ നമുക്ക് ഇതിനെ വിടാം എന്നൊക്കെ ഇങ്ങനെ ഒരു ധാരണ ഉണ്ടായിരുന്നു. പക്ഷെ പിന്നീടാണ് മനസ്സിലായത്, ആർക്ക് വേണമെങ്കിലും നമുക്ക് തലച്ചോറിനെ റീവയർ ചെയ്ത് നമ്മുടെ തലച്ചോറിന്റെ പെർഫോമൻസ് കൂട്ടാം. ഓർമ്മശക്തിയും ബുദ്ധിശക്തിയും പല കഴിവുകളും പ്രത്യേക ടാലന്റുകളും ഒക്കെ വർദ്ധിപ്പിക്കാനായിട്ട് ഈ ബ്രെയിൻ റീവയറിംഗ് നമുക്ക് ഉപയോഗിക്കാം. അതുപോലെ തന്നെ എപ്പോഴെങ്കിലും ഒരു ഇഞ്ചുറി, ഡാമേജ് ഒക്കെ വരുന്നത്, ട്രോമ, അതിന്റെയൊക്കെ ഫലമായിട്ടുണ്ടാകുന്ന ബ്രെയിൻ ഡാമേജുകളെ ഒരു പരിധി വരെ തിരുത്തിയെടുക്കാനും ഈ ബ്രെയിൻ റീവയറിങ്ങിലൂടെ സാധിക്കും. അപ്പോൾ ബ്രെയിൻ റീവയറിംഗ് എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ന്യൂറോ പ്ലാസ്റ്റിസിറ്റി എന്ന പേരിൽ, അല്ലെങ്കിൽ ബ്രെയിൻ പ്ലാസ്റ്റിസിറ്റി എന്ന പേരിൽ പറയുന്ന കാര്യം എന്താണെന്ന് നിങ്ങൾക്ക് ക്ലിയർ ആയി. ദാറ്റ് ഈസ് തലച്ചോറിനകത്ത് പുതിയ ന്യൂറൽ കണക്ഷൻസ് ഉണ്ടാകുന്നു എന്നുള്ളതാണ്, ന്യൂ ന്യൂറൽ കണക്ഷൻസ്. അപ്പൊ അത് എന്തിന്റെ ഫലമായിട്ടാണ് ഉണ്ടാകുന്നത്? നമ്മൾ ചെയ്യുന്ന പ്രവർത്തികൾ, നമ്മൾ പഠിക്കുന്ന കാര്യങ്ങൾ, ലേണിംഗ്, എക്സ്പീരിയൻസ്, ഇതിന്റെയൊക്കെ ഫലമായിട്ട് ബ്രെയിനിനകത്ത് പുതിയ ന്യൂറൽ നെറ്റ്വർക്ക് ഉണ്ടാകുന്നതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ആ തലച്ചോറിന്റെ ഈ ഒരു എബിലിറ്റി, ഈ ഒരു ഫിനോമിന, തലച്ചോറിന്റെ പ്രത്യേകതരായ ഒരു കഴിവാണ് മനുഷ്യന്റെ തലച്ചോറ്. ഇതിനെയാണ് നമ്മൾ ന്യൂറോ പ്ലാസ്റ്റിസിറ്റി അല്ലെങ്കിൽ ബ്രെയിൻ പ്ലാസ്റ്റിസിറ്റി എന്ന് പറയുന്നത്. ഇനി ഇത് ഏതൊക്കെ രീതിയിൽ നമുക്ക് ഇത് സാധിക്കും, എന്തെല്ലാം മാർഗങ്ങളാണ് ഇതിനുള്ളത് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനം. നമ്മൾ പുതിയ സ്കില്ല് പഠിക്കുന്നു. പുതിയ സ്കിൽ എന്ന് പറഞ്ഞാൽ നമ്മൾ ഇപ്പൊ ഡ്രൈവിംഗ് പഠിക്കുന്നു, അല്ലെങ്കിൽ സ്റ്റിച്ചിങ് പഠിക്കുന്നു, നമ്മൾ വയലിൻ പഠിക്കുന്നു. ഇതെല്ലാം പുതിയ സ്കില്ലുകളാണ്. പെട്ടെന്ന് ഒരാൾക്ക് അങ്ങ് ചെയ്യാൻ പറ്റത്തില്ല. കുറച്ച് ദിവസത്തെ പ്രാക്ടീസിലൂടെ നമ്മൾ നേടിയെടുക്കുന്ന കാര്യങ്ങളാണ് സ്കിൽ എന്ന് പറയുന്നത്. അപ്പൊ ഇങ്ങനെ ഒരാൾ ഒരു സ്കില്ല് പ്രാക്ടീസ് ചെയ്യുന്നു. നിങ്ങൾക്കറിയാം, ഇപ്പൊ ഡ്രൈവിംഗ് ആയാലും സ്റ്റിച്ചിങ് ആയാലും, അല്ലെങ്കിൽ പിന്നെ ഈവൻ കുക്കിംഗ് പോലും, ഏത് വർക്കായാലും അനേകം ദിവസത്തെ പ്രാക്ടീസിലൂടെയാണ് നമ്മൾ എക്സ്പെർട്ട് ആവുന്നത്. അപ്പൊ ഇങ്ങനെ എക്സ്പെർട്ട് ആവുമ്പം എങ്ങനെയാണ് എക്സ്പെർട്ട് ആവുന്നത്? ഈ ഒരു പ്രാവശ്യം ചെയ്യുമ്പോൾ ചെറുതായിട്ട് ന്യൂറൽ കണക്ഷൻസ് ഉണ്ടാവും. കൺസിസ്റ്റന്റ് ആയിട്ട് പ്രാക്ടീസിലൂടെ ഈ ന്യൂറൽ കണക്ഷൻസ് സ്ട്രോങ് ആയി മാറും, വളരെ സ്ട്രോങ് ആണ്. അപ്പൊ ഏത് കാര്യവും
ഡ്രൈവിംഗ് പഠിക്കാൻ പോയിട്ട് ഒരാഴ്ച പഠിച്ചങ്ങ് നിർത്തി കഴിഞ്ഞാലേ പിന്നെ പഠിക്കാൻ പോയില്ല. അപ്പോഴത്തേക്ക് പിന്നെ അത് പോയി. പിന്നെ വീണ്ടും 1 മാസം കഴിഞ്ഞ് നോക്കുമ്പോൾ അത്രയും എക്സ്പെർട്ടാണ്. പക്ഷെ സ്ഥിരമായിട്ട് ഒരു വർക്ക് ചെയ്യുന്നതിന്റെ ഫലമായിട്ട്, കൺസിസ്റ്റന്റ് ആയിട്ട് ഏതെങ്കിലും ഒരു പ്രാക്ടീസ് ചെയ്യുന്നതിന്റെ ഫലമായിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നു, അത് ആ ന്യൂറൽ പാത്വേസ് സ്ട്രോങ് ആയി മാറും. ദ മോർ എത്രയധികം നമ്മൾ ചെയ്യുന്നു അത്രയും ആ ന്യൂറൽ നെറ്റ്വർക്ക് സ്ട്രോങ് ആവും, അത്രയ്ക്ക് നമ്മൾ സ്കിൽഡ് ആവുകയും ചെയ്യും. അപ്പൊ ഇപ്പൊ ഡാൻസ് ആയാലും ചില സർക്കസ് ആയാലും ചില ആൾക്കാരുടെ പ്രാക്ടീസ് കാണുമ്പോൾ നമ്മൾ അതിശയിച്ചു പോകും. കാരണം നമ്മളത് ചെയ്യാത്തതുകൊണ്ട് ഇവർ ഇത്ര എങ്ങനെ ചെയ്യുന്നു, കമ്പിയെ കൂടെ ഒക്കെ നടക്കുന്നു അല്ലെങ്കിൽ ഊഞ്ഞാലിലൊക്കെ ചാടുന്നു. അപ്പൊ എല്ലാ ദിവസത്തെയും പ്രാക്ടീസിന്റെ ഫലമായിട്ട് ആ ഒരു വർക്കിന് വേണ്ടിയുള്ള ആ ഒരു വർക്ക് ചെയ്യാൻ അവരുടെ ശരീരത്തെ ഏബിൾ ആക്കുന്ന ന്യൂറൽ കണക്ഷൻസ് വളരെ സ്ട്രോങ് ആണ്. അപ്പൊ നമ്മൾ അതുപോലെ ഊഞ്ഞാലിൽ നിന്ന് ചാടിയാൽ താഴെ പോകും. എന്തുകൊണ്ടാണ്? നമ്മൾ അങ്ങനെ ആ ന്യൂറൽ നെറ്റ്വർക്ക് നമ്മുടെ ബ്രെയിനിനകത്തില്ല. അതുപോലെ ഡ്രൈവിംഗ് കുറച്ച് ദിവസം പഠിച്ച ആളും വളരെ എക്സ്പെർട്ടായിട്ട് വർഷങ്ങളായിട്ട് വണ്ടി ഓടിക്കുന്ന ആളും തമ്മിലുള്ള വ്യത്യാസം എന്ന് പറഞ്ഞാൽ, വർഷങ്ങളായിട്ട് വണ്ടി ഓടിക്കുന്ന ആളിന്റെ ബ്രെയിനിനകത്തുള്ള കറസ്പോണ്ടിങ് ന്യൂറൽ നെറ്റ്വർക്ക് വളരെ സ്ട്രോങ് ആണ്. അപ്പൊ ഏത് സ്കില്ല് നമ്മൾ പഠിച്ചാലും അത് കൺസിസ്റ്റന്റ് ആയിട്ട് വീണ്ടും 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 അത് ചെയ്യുന്നതിലൂടെ നമുക്ക് അതിനകത്ത് എക്സ്പെർട്ട് ആവാം. അപ്പൊ എന്താ സംഭവിക്കുന്നത്? അതുമായിട്ട് ബന്ധപ്പെട്ട് ഈ ഓരോ സ്കില്ല് പഠിക്കുമ്പോഴും നമ്മൾ എന്ത് പ്രവൃത്തി ചെയ്യുമ്പോഴും കറസ്പോണ്ടിങ് ആയിട്ട് ബ്രെയിനിനകത്ത് ന്യൂറൽ നെറ്റ്വർക്കുകൾ ഉണ്ടാവുന്നു. ഈ ന്യൂറൽ നെറ്റ്വർക്കുകൾ കൂടുതൽ കൂടുതൽ സ്ട്രോങ് ആയി വരും. ഇനി അത് ചെയ്യാതിരിക്കുമ്പോഴോ വീക്കായി നമ്മൾ ആ സ്കില്ല് നമുക്ക് കുറയുകയും ചെയ്യും. ഇപ്പൊ ഡ്രൈവിംഗ് പഠിച്ചിട്ട് നമ്മളൊരു 10 കൊല്ലം ഗൾഫിലായിരുന്നു, പഠിച്ചിട്ട് അങ്ങ് പോയി, വലുതായിട്ടൊന്നും വണ്ടി ഓടിച്ചിട്ടില്ല. നമ്മളൊരു 10 കൊല്ലത്തിന് ശേഷം അവിടെ വണ്ടി ഇല്ലായിരുന്നു, വണ്ടി ഓടിച്ചില്ല. തിരിച്ച് നാട്ടിൽ വന്ന് വണ്ടി എടുത്തപ്പോൾ നമുക്ക് അങ്ങോട്ട് ഓടിക്കാൻ പറ്റുന്നില്ല. അപ്പൊ ആ തലച്ചോറിനകത്തെ ന്യൂറൽ നെറ്റ്വർക്ക് വീക്കായി. അപ്പോ ഏത് തലച്ചോറിലെ ന്യൂറൽ നെറ്റ്വർക്ക് ഫോം ചെയ്യുകയും ചെയ്യും. അത് യൂസ് ഇല്ലാതിരിക്കുമ്പോൾ, വീണ്ടും വീണ്ടും പ്രാക്ടീസ് ഇല്ലാതിരിക്കുമ്പോൾ ഈ നെറ്റ്വർക്കുകൾ പരസ്പരം അങ്ങ് ബ്രേക്ക് ആയിട്ട് അത് വീക്കായി പോവുകയും ചെയ്യും. ഈ പ്രതിഭാസം ഇങ്ങനെ വീക്ക് ആവുന്നതും സ്ട്രോങ് ആവുന്നതും നമുക്ക് വളരെയധികം ഉപയോഗിക്കാം. നമ്മുടെ കൗൺസിലിങ്ങിലും, നിങ്ങളെല്ലാം പലരും മെന്റൽ ഹെൽത്ത് മേഖലയിൽ വർക്ക് ചെയ്യുന്ന ആൾക്കാർ കൗൺസിലിങ് ആൾക്കാരുടെ ബിഹേവിയർ മാറ്റാൻ ശ്രമിക്കുന്നു. അതിന് വളരെ എഫക്റ്റീവായിട്ട് ഉപയോഗിക്കാവുന്ന ഒരു കാര്യമാണ് ന്യൂറോ പ്ലാസ്റ്റിസിറ്റി. കാരണം ബിഹേവിയർ സ്ട്രോങ് ആയി ഹാബിറ്റ്സ്. അപ്പൊ ഹാബിറ്റ് ഫോർമേഷൻ. ഒരു കുട്ടി മൊബൈൽ അഡിക്റ്റാണ്. സ്കൂളിൽ നിന്ന് വന്നാൽ അവൻ ബാഗ് ഇങ്ങോട്ട് ഇട്ടിട്ട് മൊബൈൽ എടുത്ത് പിടിച്ചു വാങ്ങിച്ചാൽ, അമ്മ പിടിച്ചു വാങ്ങിച്ചാൽ അവൻ വയലന്റ് ആവും. കാരണം അവന് മാസങ്ങളായിട്ട് വർഷങ്ങളായിട്ട് ഫുൾ ടൈം സ്കൂളിൽ നിന്ന് വന്നാലുള്ള സ്ഥിരം പ്രാക്ടീസാണ്. അപ്പൊ അത് കഴിഞ്ഞാൽ അവരൊരു 3 മണിക്കൂർ 4 മണിക്കൂർ 5 മണിക്കൂർ വരെയാണ് മൊബൈൽ ഉപയോഗിക്കുന്നത്. അപ്പൊ ഈ കുട്ടിയുടെ നിന്ന് മൊബൈൽ അമ്മ എടുത്ത് ഒളിച്ചു വയ്ക്കുകയോ അല്ലെ അമ്മ മൊബൈൽ പിടിച്ച് വാങ്ങിക്കുകയോ ചെയ്താല് ഈ കുട്ടി വയലന്റ് ആവും. ചിലപ്പോൾ അവൻ ആത്മഹത്യ ചെയ്യും, ഞരമ്പ് മുറിക്കും, പല റെസ്പോൺസ് ആയിരിക്കും ഉണ്ടാകും. കാരണം അവനതില്ലാതെ പറ്റത്തില്ല. അപ്പൊ ഒരു ദിവസം മൊബൈൽ കേടായി, അവൻ ഫുഡ് കഴിച്ചിട്ടില്ല, കുളിച്ചിട്ടില്ല, അവൻ ആകെ ഡിസ്റ്റർബാണ്. കാരണം അവന്റെ ബ്രെയിനകത്ത് മൊബൈൽ കളിച്ചതിന്റെ ഫലമായിട്ടുണ്ടായ ന്യൂറൽ നെറ്റ്വർക്ക് വളരെ സ്ട്രോങ് ആണ്. അപ്പൊ അവനെ മൊബൈൽ കളിക്കാൻ വീണ്ടും വീണ്ടും ഇത് ടെംപ്റ്റ് ചെയ്യും. അപ്പൊ നമ്മൾ കൗൺസിലിംഗ് ചെയ്യുന്ന ആളുടെ അടുത്തേക്ക് കൊണ്ടുവരികയാണ്, അമ്മ കൊണ്ടുവരികയാണ്, സാറേ ഈ കുട്ടിയെ മൊബൈൽ അഡിക്ഷൻ ആണ്, അവനെ അതിൽ നിന്ന് പിന്തിരിപ്പിക്കണം. അപ്പോഴാണ് നമ്മൾ ന്യൂറോ പ്ലാസ്റ്റിസിറ്റിയെ കുറിച്ച് ഓർമ്മിക്കുന്നത്. അപ്പൊ നമുക്ക് മനസ്സിലായി ഇവന്റെ ബ്രെയിനിനകത്ത് ന്യൂറൽ പാത്വേസ് ഭയങ്കര സ്ട്രോങ്. അപ്പൊ നമ്മൾ അവനോട് സ്നേഹം റാപ്പോർട്ടൊക്കെ ഉണ്ടാക്കിയിട്ട്, നിങ്ങൾക്ക് എല്ലാവർക്കും കൗൺസിലിംഗ് ചെയ്യുന്നവർക്കൊക്കെ അറിയാം, അവനുമായിട്ട് നല്ലൊരു സ്നേഹബന്ധം ഉണ്ടാക്കി നല്ല റാപ്പോർട്ട് ഉണ്ടാക്കിയ ശേഷം അവനെടുത്ത് പറയുന്നു ഒരാഴ്ച അവനോട് ഒരിക്കലും മൊബൈൽ നമ്മൾ സ്ഥിരമായിട്ട് നിർത്താൻ പറഞ്ഞാൽ അവൻ നമ്മുടെ അടുത്ത് നിന്ന് ഇറങ്ങിപ്പോകും, അല്ലെങ്കിൽ വയലന്റ് ആവും, അവൻ ഇഷ്ടപ്പെടത്തില്ല. കാരണം അത്രയ്ക്ക് സ്ട്രോങ് ആണ് ആ നെറ്റ്വർക്ക്. അപ്പൊ നമ്മൾ എന്ത് ചെയ്യുന്നു, ഒരാഴ്ച സമയം മൊബൈൽ ഉപയോഗിക്കരുത്. പകരം വേണമെങ്കിൽ TV കാണാം, മറ്റെന്തെങ്കിലും അവൻ ഇഷ്ടപ്പെട്ടവർ. അവൻ സൈക്കിൾ വേണമെന്ന് പറയുന്നു, സൈക്കിൾ വാങ്ങിച്ചു കൊടുത്തു. അപ്പൊ അവൻ പറയുന്നു, എന്നാൽ എനിക്കൊരു പട്ടിക്കുട്ടിയെ വേണമെന്ന് അച്ഛനോട് എന്നെ പറയുന്നു, എനിക്കൊരു പട്ടിക്കുട്ടിയെ വേണം. ഓക്കെ, ആ 2 കാര്യങ്ങൾ നമ്മൾ തൽക്കാലം അംഗീകരിച്ചു കൊടുക്കും. അത് ഏർപ്പാടിക്കുക. അതിന് ചിലപ്പോൾ ഒരു ഷൂ വേണമെന്ന് പറയും, അല്ലെങ്കിൽ റെഡിമെയ്ഡ് ഇന്നപോലെ ഒരു ടീഷർട്ട് വേണമെന്ന് പറയും. ഇങ്ങനെയുള്ള അവന്റെ ചില ആവശ്യങ്ങളൊക്കെ, പെൻഡിങ് ആയിട്ടുള്ള ആവശ്യങ്ങളൊക്കെ സഹായിച്ചു കൊടുത്തിട്ട് അപ്പൊ അവൻ പറയുന്നു, സാറേ ഒരാഴ്ചയേ ഉള്ളൂ, അത് കഴിഞ്ഞാൽ ഞാൻ മൊബൈൽ എടുക്കും. ഓക്കെ, ഒരാഴ്ച. ഈ ഒരാഴ്ച അവൻ വളരെ കഷ്ടപ്പെട്ട് നമ്മുടെ ആ സമ്മർദ്ദം കൊണ്ട് അല്ലെങ്കിൽ നമ്മളോടുള്ള അടുപ്പം കൊണ്ട് അവൻ പ്രോമിസ് ചെയ്തത് കൊണ്ട് മാറ്റി. ഈ ഒരാഴ്ച ഉപയോഗിക്കാതിരിക്കുമ്പോഴത്തേക്ക് ഈ മൊബൈൽ സ്ഥിരമായിട്ട് ഉപയോഗിക്കുന്നതിന്റെ ഫലമായി ഉണ്ടായ ന്യൂറൽ നെറ്റ്വർക്കുകൾ, അവനെ പ്രേരിപ്പിക്കുന്ന ന്യൂറൽ നെറ്റ്വർക്കുകൾ ബ്രേക്ക് ആവും, അത് വീക്കായി വരും.
അപ്പൊ അവന് ടെൻഡൻസി കുറച്ച് പറയും. അപ്പൊ നമ്മൾ വീണ്ടും ഒരാഴ്ചയും കൂടെ, ഒരു 7 ദിവസം കൂടെ എന്തെങ്കിലും കാര്യം പറഞ്ഞിട്ട് നീട്ടി വെക്കും. അപ്പോഴത്തേക്ക് കുറച്ചുകൂടെ വീക്കാവും. അപ്പൊ ഇങ്ങനെ കുറേശ്ശെ കുറേശ്ശെ നമുക്ക് ഇതുപോലുള്ള ഏത് സ്വഭാവങ്ങൾ, ഇപ്പൊ സ്ഥിരമായിട്ട് ചായ കുടിക്കുന്ന സ്വഭാവമുണ്ട്, 4 ചായ കുടിക്കും. അപ്പൊ അത് നിർത്തണമെന്നൊരാഗ്രഹം, ചായ കുടി നിർത്തണം. അപ്പോ നമ്മള് ഒരു കുറച്ച് ദിവസത്തേക്ക് ചായ കുടിക്കത്തില്ല എന്ന് പ്രതിജ്ഞ എടുത്തിട്ട് ആ ചായ കുടി നിർത്തുമ്പോഴത്തേക്ക് ആ ടെൻഡൻസി കുറയും. ഇതുപോലെ ഏത് സ്വഭാവവും, ഇപ്പൊ രാവിലെ എഴുന്നേൽക്കുന്ന സ്വഭാവം, 5 മണിക്ക് എഴുന്നേൽക്കണം. അപ്പൊ നമുക്കത് ബിൽഡ് ചെയ്യുകയും ചെയ്യാം. സ്ഥിരമായിട്ട് 5 മണിക്ക് അങ്ങോട്ട് എഴുന്നേൽക്കുമ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് പിന്നെ 5 മണിക്ക് ഉണരും. അപ്പൊ ഇതെല്ലാം ഹാബിറ്റ് ഫോർമേഷനും ഹാബിറ്റിനെ ഇല്ലാതാക്കുന്നതിനും നമുക്ക് ന്യൂറോ പ്ലാസ്റ്റിസിറ്റി ഉപയോഗിക്കാം. ഇതിനെക്കുറിച്ച് പറഞ്ഞതിനെ കുറിച്ച് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കണേ. പുതിയ പുതിയ ഹാബിറ്റുകൾ ഉണ്ടാകുന്നത് ഇങ്ങനെയാണ്. നമുക്ക് ആ ചീത്ത ഹാബിറ്റ് ആണെങ്കിൽ അതിനെ ഇല്ലാതാക്കാനും നല്ല ഹാബിറ്റുകൾ അതുവഴി ഫോം ചെയ്യാനും നമുക്ക് ന്യൂറോ പ്ലാസ്റ്റിസിറ്റി ഉപയോഗിക്കാം. അപ്പൊ ന്യൂറൽ നെറ്റ്വർക്ക് ഉണ്ടാവണം. അപ്പൊ ആ സ്വഭാവം സ്ട്രോങ് ആയി മാറും. അതിന് നമ്മൾ എന്ത് ചെയ്യണം? ഏത് സ്വഭാവമാണോ നല്ല നമുക്ക് വേണ്ടത്, ഏത് ഹാബിറ്റ് ആണോ നമ്മളിൽ ഫോം ചെയ്യേണ്ടത്, അത് നമ്മൾ വീണ്ടും വീണ്ടും ആവർത്തിച്ച് ചെയ്യുന്നു, സ്ഥിരമായിട്ട് ചെയ്യുന്നു, കൺസിസ്റ്റന്റ് ആയിട്ട് ചെയ്യണം, ഇടയ്ക്ക് ബ്രേക്ക് വരാത്തത്. അപ്പൊ ആ പുതിയ സ്വഭാവം നമ്മളിൽ സ്ട്രോങ് ആയിട്ട് മാറും. ഇനി മറ്റൊരു കാര്യം എന്ന് പറഞ്ഞാല്, ഇത് ഏജിങ്, ഏത് പ്രായക്കാർക്കും ഇത് ഏജിങ് കുറയ്ക്കാനായിട്ട്. അപ്പൊ ഒരു 70-80 വയസ്സുള്ള ആളുകൾ പൊതുവെ എല്ലാ കാര്യത്തിൽ നിന്നും പിന്മാറും. അപ്പൊ അവരുടെ തലച്ചോറിന്റെ ഒരു ഡിക്ലൈനിങ്, താഴോട്ട് പോകുന്ന ഒരു അവസ്ഥ ആരംഭിക്കും. പ്രവർത്തനക്ഷമത കുറഞ്ഞു 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 വരും. അപ്പൊ നമ്മുടെ നാട്ടിൽ എങ്ങനെ ഇപ്പൊ പെൻഷനായ ഒരാള്, അദ്ദേഹം നേരത്തെ എഴുതുമായിരുന്നു, വായിക്കുമായിരുന്നു. അപ്പൊ ഞാൻ ചോദിക്കുമ്പോൾ അവർ പറയും എഴുതിയിട്ട് വർഷങ്ങളായി. ആ പെൻഷൻ ആവുന്നതിന് മുമ്പ് 56 വയസ്സിൽ പെൻഷനായി. പിന്നെ ഇങ്ങനെ എഴുതാറില്ല. അങ്ങനെ ഒരു മാസത്തിൽ ഒരു വരി എഴുതിയാലായി. പിന്നെ ഇപ്പൊ ശമ്പളം വാങ്ങിക്കുന്നതിന് ഒപ്പിടണ്ട, ATM വഴി പൈസ എടുക്കുകയാണ്. അപ്പൊ എഴുതുക എന്ന് പറയുന്ന ഒരു നല്ലൊരു പ്രോസസ്സാണ്, ബ്രെയിൻ പ്രോസസ്സാണ്. കൈകൊണ്ട് വലത് കൈകൊണ്ട് എഴുതുമ്പോൾ ഇടത് ബ്രെയിൻ, അതായത് കോശങ്ങൾ ആക്റ്റീവ് ആവുന്നു. അവിടെ പുതിയതായിട്ട് നമ്മൾ എന്തെങ്കിലും എഴുതുമ്പോൾ ന്യൂറൽ നെറ്റ്വർക്കുകൾ ആക്റ്റീവ് ആവും. അപ്പൊ അത് ചെയ്യുന്നില്ല. അതുപോലെ വായന, തീരെ വായനയില്ല. അപ്പോ കണ്ണിന് ചെറിയ കാഴ്ചക്കുറവുണ്ട്. പത്രം വായിക്കുന്ന സ്വഭാവം ഉണ്ടായിരുന്നു, ഇപ്പൊ പത്രം വായിക്കുന്നു. അപ്പം അതിന്റെ ഫലമായിട്ട് എന്തുണ്ടാകുന്നു? തലച്ചോറിന്റെ ഡിക്ലൈൻ, ബ്രെയിൻ കോശങ്ങളുടെ ആ നെറ്റ്വർക്കുകളെല്ലാം കുറഞ്ഞു കുറഞ്ഞു വരുന്നു. കാരണം അങ്ങനെയുള്ള ആക്ടിവിറ്റീസ് ഒന്നുമില്ല. അപ്പൊ നമ്മൾ പുതിയ ഭാഷ പഠിക്കുന്നു, ഏറ്റവും നല്ല കാര്യം. അപ്പൊ നമ്മൾ പ്രായമുള്ള ഒരാൾ, ഒരു 65 വയസ്സ് അല്ലെങ്കിൽ 70 വയസ്സുള്ള ഒരാൾ, എല്ലാ കാര്യങ്ങളും ഇച്ചിരി മങ്ങലായി വരികയാണ്. തലച്ചോറിന്റെ പ്രവർത്തനങ്ങളൊക്കെ ഇത്തിരി വീക്കായി വരുന്നു. ഈ സമയത്ത് അദ്ദേഹം സംസ്കൃതം പഠിക്കാൻ തീരുമാനിക്കും, അല്ലെങ്കിൽ തമിഴ് പഠിക്കാൻ തീരുമാനിക്കും. ഈ പുതിയ ഭാഷ പഠിക്കുകയും അത് ഉപയോഗിക്കുകയും ചെയ്യുമ്പോഴത്തേക്ക് തലച്ചോറിൽ പുതിയ ന്യൂറൽ നെറ്റ്വർക്ക്, പുതിയ സ്കില്ലായിട്ട് വയലിനോ, ഇപ്പൊ കൊച്ചുമോൻ വയലിൻ പഠിക്കുന്നു, നമ്മൾ വയലിൻ എടുത്ത് പ്രാക്ടീസ് ചെയ്യുന്നു. അല്ലെങ്കിൽ പേരക്കുട്ടി ഡാൻസ് കളിക്കുന്നുണ്ടോ, അമ്മമ്മ അവള് വരുമ്പോ അമ്മയെ കൊണ്ടവള് ചെയ്യിക്കുന്നു. അമ്മയ്ക്ക് 67 വയസ്സുണ്ട്, അല്ലെങ്കിൽ 70 വയസ്സുണ്ട്. അത് പ്രായം പ്രശ്നമേ അല്ല. ഏത് പ്രായത്തിലും പുതിയ സ്കില്ല് പഠിക്കുന്നതിലൂടെ, പുതിയ ഭാഷ പഠിക്കുന്നതിലൂടെ, പുതിയ പുതിയ കാര്യങ്ങൾ ചെയ്യുന്നതിലൂടെ. ഇപ്പൊ പുതിയ കാര്യങ്ങൾ എന്ന് പറഞ്ഞാൽ ഇതുവരെ ചെയ്തിട്ടില്ലാത്ത കാര്യങ്ങൾ. ഇപ്പൊ അപ്പൂപ്പൻ പാചകം ഒന്നും ചെയ്തിട്ടില്ല, അമ്മമ്മയോട് ചോദിച്ചിട്ട് സാമ്പാർ വയ്ക്കുന്നു, അല്ലെങ്കിൽ പായസം വയ്ക്കുന്നു. പുള്ളി ഇതുവരെ പായസം വെച്ചിട്ടില്ല. ഉടനെ തലച്ചോറിനകത്ത് പുതിയ ന്യൂറൽ നെറ്റ്വർക്കുകൾ ഫോം ചെയ്യും. കാരണം അയാളെ സംബന്ധിച്ച് പുതിയ കാര്യമാണ്. അപ്പൊ നമ്മൾ ഇതുവരെ സ്ഥിരമായിട്ട് ചെയ്യാത്ത പുതിയ പുതിയ കാര്യങ്ങൾ ചെയ്യുന്നതിലൂടെ നമുക്ക് തലച്ചോറിനകത്ത് പുതിയ ന്യൂറൽ നെറ്റ്വർക്ക് ഫോം ചെയ്യുകയും നമ്മുടെ എബിലിറ്റി മൊത്തമായിട്ടുള്ള തലച്ചോറിന്റെ പെർഫോമൻസ്. അപ്പൊ നമ്മുടെ പ്രായമുള്ള ഒരാൾ ഇങ്ങനെ പുതിയ ഭാഷ പഠിക്കുകയോ പുതിയ സ്കിൽ പഠിക്കുകയോ പുതിയ പുതിയ കാര്യങ്ങൾ ചെയ്യുന്നതിന് ഫലമായിട്ട് അവരുടെ ആയുസ്സും ആരോഗ്യവും, അപ്പൊ തലച്ചോറ് ആക്റ്റീവ് ആവുന്നതനുസരിച്ച് അവരുടെ ചുറുചുറുക്കും അവരുടെ ബോഡി പെർഫോമൻസും വളരെയധികം കൂടും. ഇതാണ് നമ്മുടെ രാഷ്ട്രീയക്കാരൊക്കെ 100 വയസ്സൊക്കെ തയ്ക്കുന്നതിന്റെ പിന്നിലെ ഒരു രഹസ്യം. കാരണം അവരെ നിർബന്ധമായിട്ട് അവർ പത്രം വായിക്കും. അപ്പൊ ഈ വായനയിലൂടെ നമുക്ക് തലച്ചോറിലെ പുതിയ പുതിയ കാര്യങ്ങൾ ഡെയിലി വായിക്കുന്നു. പുതിയ ആൾക്കാരുമായിട്ട് സംസാരിക്കുക, നമ്മൾ സോഷ്യൽ ഒരു കോണ്ടാക്ട്സ് നമ്മുടെ തലച്ചോറിലെ ന്യൂറൽ നെറ്റ്വർക്ക് ഫോം ചെയ്യാനായിട്ട് വളരെ നല്ലതാണ്. അപ്പോ അച്യുതാനന്ദനായാലും അദ്ദേഹം 100 വയസ്സ് തികച്ചു. അപ്പോ ഡെയിലി ഒരു 8-10 അല്ലെങ്കിൽ 50-50 ആൾക്കാരോട് സംസാരിക്കുമെന്ന് എനിക്ക് തോന്നുന്നു. അതുപോലെ പത്രം 1-2 പത്രം വായിക്കും. അപ്പൊ ഈ മറ്റുള്ളവര് പുതിയ പുതിയ ആൾക്കാരെ കാണുന്നു, സംസാരിക്കുന്നു.
അത് വീട്ടിലുള്ള 2-3 പേരെ മാത്രം കാണുന്ന പോലെയല്ല, എല്ലാ ദിവസവും പുതിയ വിസിറ്റേഴ്സ്, പുതിയ ആൾക്കാരെ ഒക്കെ കാണുമ്പോഴേ അപ്പോഴെല്ലാം ബ്രെയിനിനകത്ത് അത് റെക്കോർഡ് ചെയ്യപ്പെടുന്നു. കറസ്പോണ്ടിങ് ആയിട്ട് മാറ്റം ഉണ്ടാവുന്നു, പുതിയ ന്യൂറൽ നെറ്റ്വർക്ക് ഉണ്ടാകും. കാരണം ഓരോ ദിവസവും ഓരോ പുതിയ അനുഭവങ്ങളാണ്. അപ്പം വായനയിലൂടെ, എഴുത്തിലൂടെ, പുതിയ പുതിയ ആൾക്കാരെ പരിചയപ്പെടുന്നതിലൂടെ, പുതിയ സ്ഥലങ്ങൾ സന്ദർശിക്കുന്നതിലൂടെ തലച്ചോറിനകത്ത് പുതിയ ന്യൂറൽ നെറ്റ്വർക്ക് ഈസി ആയിട്ട് ചെയ്യാവുന്ന കാര്യം. അതുകൂടാതെ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യമാണ് എക്സർസൈസ്. ശാരീരികമായ എക്സർസൈസിൽ ബ്രെയിനിനകത്ത് ന്യൂറൽ നെറ്റ്വർക്ക് ഫോം ചെയ്യാൻ കാരണമാണ്. വാക്കിംഗ്, എയറോബിക് എക്സർസൈസുമായിട്ടുള്ള വാക്കിങ്, സൈക്ലിംഗ്, സ്വിമ്മിങ്, മറ്റ് സ്കിപ്പിംഗ്, ഇനി ജോഗിങ്, ഇതെല്ലാം ഡെയിലി ചെയ്ത് കഴിഞ്ഞാൽ ബ്രെയിനിനകത്ത് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ന്യൂറൽ നെറ്റ്വർക്ക് ഉണ്ടാവും. അത് മാത്രമല്ല, നിങ്ങൾക്കറിയാം എക്സർസൈസ് കൊണ്ട് നല്ല ഹാപ്പി ഹോർമോൺസ് ഉണ്ടാവും. അപ്പൊ ഒരാൾ നല്ല ആയുസ്സോടെ ആരോഗ്യം അദ്ദേഹത്തിന് വേണം, നല്ല അസുഖങ്ങളില്ലാതെ ജീവിച്ചിരിക്കണമെങ്കിൽ ഈ ഡെയിലി എക്സർസൈസുകൾ മുടക്കരുത്. കൺസിസ്റ്റന്റ് ആയിട്ട് ഇങ്ങനെയുള്ള എക്സർസൈസുകൾ ചെയ്യുക എന്നുള്ളത് പ്രധാനപ്പെട്ട കാര്യം. നമ്മൾ ഒരുപാട് മരുന്നുകളെ കുറിച്ചോ ആശുപത്രിയെ കുറിച്ചോ ഒന്നും അല്ല ചിന്തിക്കുന്നത്. എപ്പോഴും ഞാൻ ഇന്നത്തെ ദിവസം വ്യായാമം ചെയ്തു. അപ്പൊ ഇത്തരത്തിലുള്ള വ്യായാമങ്ങൾ നിർബന്ധമായിട്ട് നമ്മൾ ചെയ്തിരിക്കണം. അത് നമുക്ക് ഹാപ്പി ഹോർമോൺസ്, ഡോപ്പമൈൻ അല്ലെങ്കിൽ സെറട്ടോണിൻ പോലുള്ള ഹാപ്പി ഹോർമോൺസ് ഉണ്ടാകാൻ മാത്രമല്ല എൻഡോർഫിൻ ഉണ്ടാവും. ഈ ഹാപ്പി ഹോർമോൺസ് മാത്രമല്ല, മൂഡ് കറക്റ്റ് ആവുന്നത് മാത്രമല്ല, നമ്മുടെ ബ്രെയിനെ ആക്റ്റീവ് ആക്കി നിർത്താൻ തലച്ചോറിന്റെ പ്രവർത്തനത്തിന് ഇത്തരം വ്യായാമങ്ങൾ വളരെ എസെൻഷ്യലാണ്. കാരണം അതിന്റെ ഫലമായിട്ട് തലച്ചോറിലെ ന്യൂറൽ നെറ്റ്വർക്ക്, അപ്പം തലച്ചോറിനെ എത്രമാത്രം പ്രവർത്തനക്ഷമമാക്കുന്നു എന്നുള്ളത് അതിനകത്ത് എത്രമാത്രം ന്യൂറൽ നെറ്റ്വർക്കുകൾ ഫോം ചെയ്യുന്നു. ഇപ്പൊ നമ്മൾ പറഞ്ഞ ഏതൊക്കെ കാര്യങ്ങളാണ്? പുതിയ സ്കില്ല് പഠിക്കുക, പുതിയ ഭാഷ പഠിക്കുക, ദിവസവും വായന കൂട്ടുക, പുതിയ പുതിയ പുസ്തകങ്ങളും പത്രവും വായിക്കുക, പുതിയ കാര്യങ്ങൾ വായിക്കുക, എഴുതുക, കണക്ക് ചെയ്യുക, ഇതെല്ലാം ബ്രെയിനിനകത്ത്. അപ്പോ ഒരു 75 വയസ്സുള്ള ഒരാള്, 75-80 വയസ്സുള്ള ഒരാള് ഇത്തരം കാര്യങ്ങളെല്ലാം നിർത്തിയിട്ട് വീട്ടിൽ റെസ്റ്റ് എടുക്കുക. അപ്പൊ അച്ഛൻ അധ്യാപകനായിരുന്നു, മാത്തമാറ്റിക്സ് അധ്യാപകനായിരുന്നു. അദ്ദേഹം റിട്ടയർ ആയ ശേഷം ട്യൂഷൻ എടുക്കുന്നുണ്ട്. അപ്പൊ ഒരു 10-20 കുട്ടികൾ, അടുത്തുള്ള വീട്ടിലെ കുട്ടികളൊക്കെ അദ്ദേഹത്തിന്റെ വീട്ടില് ഒന്ന് ക്ലാസ് അറ്റൻഡ് ചെയ്യുന്നു. അപ്പൊ മകൾ ഇപ്പൊ ഗൾഫിൽ നിന്ന് വന്നപ്പോ, അച്ഛൻ ഈ പ്രായത്തിൽ ഇതിന്റെ ഒന്നും ആവശ്യമില്ല, അച്ഛന് പൈസക്ക് ബുദ്ധിമുട്ടാണ്, നമ്മുടെ ഇഷ്ടം പോലെ പൈസയുണ്ട്, അച്ഛന് ഈ ട്യൂഷൻ അങ്ങ് നിർത്തിയത്. മാത്രമല്ല ഈ പിള്ളേർ ഈ വീടൊക്കെ അഴുക്കാക്കുന്നത്. മകള് ട്യൂഷൻ അങ്ങ് നിർത്തി. അച്ഛന് അടുത്ത അമ്പലത്തിലെ പ്രസിഡന്റ് ആയിരുന്നു, അമ്പലം കമ്മിറ്റിയുടെ. അപ്പൊ അവിടെ കുറെ കൺസ്ട്രക്ഷൻ ഒക്കെ നടക്കുന്നുണ്ടായിരുന്നു. അദ്ദേഹം അതിന്റെ കണക്കും കാര്യങ്ങളും എല്ലാം സൂക്ഷിക്കുക. അച്ഛന് ഈ ബുദ്ധിമുട്ടെല്ലാം ഒഴിവാക്കി രാജ്യം അവരോട് പറഞ്ഞു, അച്ഛനെ ഈ പ്രായത്തിൽ ബുദ്ധിമുട്ടുകയേണ്ട, പ്രസിഡന്റ് സ്ഥാനത്ത് നിന്ന് അച്ഛനെ മാറ്റി. അപ്പൊ മകൾ പറഞ്ഞതനുസരിച്ച് അച്ഛൻ അമ്പലം കമ്മിറ്റി പ്രസിഡന്റ് സ്ഥാനം രാജിവെച്ചു, ട്യൂഷനും നിർത്തി. ഓരോ ആഴ്ച കഴിയും തോറും പെട്ടെന്ന് അദ്ദേഹത്തിന്റെ ആരോഗ്യസ്ഥിതി മോശം. അപ്പോ ഈ 2 പോസ്റ്റിൽ ഇരുന്നപ്പോൾ തലച്ചോറ് എത്രമാത്രം ആക്റ്റീവ് ആയിരുന്നു എന്നുള്ളത് അദ്ദേഹത്തിന്റെ ആരോഗ്യത്തെ, അത് ഒരുപാട് പേരിലെ പരീക്ഷിച്ച് നോക്കിയിട്ടുണ്ട്. ഇത്തരം കാര്യങ്ങൾ ആരാണോ എല്ലാ കാര്യങ്ങളിലും ആക്റ്റീവ് ആവുന്നത്, പ്രായത്തെ കൺസിഡർ ചെയ്യാതെ, പ്രായം പ്രശ്നമല്ലാതെ എല്ലാ കാര്യത്തിലും അവർ കണ്ടിന്യൂ ചെയ്യും. അതിന്റെ ഫലമായിട്ട് ഇങ്ങനെയുള്ള അനേകം ആക്ടിവിറ്റി അവർക്ക് ഓരോ പൊസിഷനിൽ ഇരിക്കുമ്പോൾ ചെയ്യേണ്ടി വരും. ഇത് അവരുടെ ആരോഗ്യത്തെയും തലച്ചോറിന്റെ പ്രവർത്തനത്തെ ഉത്തേജിപ്പിക്കുകയും അങ്ങനെ ആയുസ് കൂടുകയും ചെയ്യും എന്നുള്ളത് 100% ഉറപ്പാണ്. അപ്പോ ആന്റി ഏജിങ് പ്രോസസ്, ഏജ് കുറയ്ക്കാനുള്ള ഏറ്റവും നല്ലൊരു വഴിയാണ് ന്യൂറോപ്ലാസ്റ്റിസിറ്റി എന്നുള്ള തലച്ചോറിന്റെ പ്രത്യേക ഒരു കഴിവിനെ നമ്മൾ ഉപയോഗിക്കുക. അതിനുവേണ്ടിയുള്ള കാര്യങ്ങൾ എല്ലാ ദിവസവും നമ്മൾ ചെയ്യുക. അപ്പൊ എന്തും മാത്രം നമ്മൾ പുതിയ പുതിയ കാര്യങ്ങൾ പഠിക്കാൻ താല്പര്യം കാണിക്കും. ഇപ്പൊ ഏത് പ്രായത്തിൽ നിങ്ങൾക്ക് പുതിയ ഡിഗ്രിക്ക് ചേരാം, പുതിയ കോഴ്സുകൾക്ക് ചേരാം, പുതിയ പുതിയ ബ്രെയിൻ ആക്ടിവിറ്റികൾ അതിലൂടെ ഉണ്ടാകുന്നതിന്റെ ഫലമായിട്ട് തലച്ചോറിൽ പുതിയ ന്യൂറൽ നെറ്റ്വർക്കുകൾ ഉണ്ടാകും. ഇതിനെക്കുറിച്ച് സംശയം, അഭിപ്രായങ്ങളുണ്ടെങ്കിൽ പറയാം. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കും. ആർക്കും ഡൗട്ടൊന്നും ഇല്ല? ഹലോ, ഗുഡ് മോർണിംഗ് സർ. നല്ലൊരു സെഷനാ. അഭിപ്രായം നല്ല, അതെ അതെ, അതിലേക്കാണ് വരുന്നത്. അതായത് നല്ലൊരു സെഷൻ ആയിരുന്നു. ഒരു ബ്രെയിൻ റിവയറിംഗ് എന്നൊക്കെ പറയുന്നത് സാധാരണ നമുക്ക് എല്ലാവർക്കും ചിലപ്പോൾ ഈ ഒരുപാട് ഉദാഹരണങ്ങൾ കൂടെ തന്നെ പറഞ്ഞു മനസ്സിലാക്കിയെന്നാണ്. അത് ബ്രെയിൻ സിസ്റ്റം നമ്മൾ എങ്ങനെയാണ്
നമ്മുടെ ഇതിൽ നടക്കുന്നത് എന്നുള്ളത്. കാരണം നമ്മുടെ മൈൻഡ് സെറ്റ് മാറ്റുമ്പോൾ ബ്രെയിൻ മാറുന്നു എന്നാണ് ഓവറോൾ നമ്മൾ ഇതിൽ നിന്ന് മനസ്സിലാക്കേണ്ടത്. പിന്നെ അതേപോലെ ഈ ഒരു ബ്രെയിൻ എന്ന് പറയുന്ന നമ്മുടെ എബിലിറ്റി ചേഞ്ച് ടു കണക്ഷൻ എന്നാണ്. നമ്മുടെ മനസ്സിൽ എന്താണ് വരുന്നത്, ആ എബിലിറ്റി എന്താണ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്, നമ്മൾ ഓവറോൾ നമ്മളെ കണക്ഷൻ ആക്കി നമ്മുടെ ലൈഫിൽ തന്നെ മാറ്റങ്ങൾ ഉണ്ടാക്കും. ഇപ്പോൾ തന്നെ ഉദാഹരണം പറഞ്ഞ എന്തെങ്കിലും ആക്ടിവിറ്റി ചെയ്യാത്ത ഒരാൾ കുറെ കാലം ചെയ്തു, പിന്നെ കുറെ കാലം ചെയ്യാതിരിക്കുന്ന സമയത്ത് പിന്നെ അത് ആക്റ്റീവായി റീആക്റ്റീവ് ചെയ്യാൻ കുറെ സമയം എടുക്കും. അതേപോലെ ബ്രെയിനിൽ നമുക്ക് ഈ ഒരു നല്ല രീതിയിൽ ഏജിങ് ഒക്കെ ആകുന്ന സമയത്ത് ഇതേപോലെ എല്ലാ കാര്യം എന്തെങ്കിലും പഠിച്ചുകൊണ്ടിരിക്കുക, ചെറിയ ചെറിയ സ്മോൾ ആക്ടിവിറ്റീസ് ഒക്കെ ഡെയിലി ചെയ്തുകൊണ്ടിരിക്കുക. ഇപ്പൊ നമ്മുടെ സൈക്കോതെറാപ്പി കൗൺസിലിംഗിൽ ഒരു ടൂൾസ് ഉപയോഗിക്കാറുണ്ട്. അവയർനെസ്, പോസ്, ന്യൂ റെസ്പോൺസ്, റിപ്പീറ്റ് എന്ന് പറഞ്ഞ സാധനം. അത് നമ്മുടെ ബ്രെയിൻ ഒരു സിസ്റ്റമാണ്. അതായത് ഒരു കുട്ടി മൊബൈൽ ഉപയോഗിക്കുകയാണ്, ആ മൊബൈലിനെ കുറിച്ച് അവയർനെസ് ഉണ്ടാക്കുക. ഞാനിപ്പോ മൊബൈൽ ഉപയോഗിക്കാൻ എന്താണ് ചിന്തിക്കുന്നത്, അപ്പൊ ആ കുട്ടീനോട് തൽക്കാലം അവിടെ സ്റ്റോപ്പ് ചെയ്യുക, തൽക്കാലം മറ്റൊരു ആക്ടിവിറ്റീസ് കുട്ടി കൊടുക്കുന്നു. അവിടെ ഒരു പുതിയ ന്യൂ റെസ്പോൺസ് ഉണ്ടാക്കുകയാണ് കുട്ടി, ഡിഫറെന്റ് റിയാക്ഷൻ. അതിലൂടെ എന്ത് ചെയ്യും, ആ റിപ്പീറ്റേഷൻ ആ കുട്ടി നിരന്തരമായിട്ട് മറ്റൊരു പാർട്ടിലേക്ക് നമ്മൾ മാറ്റും. അവിടെ ബ്രെയിൻ റിവയറിങ് അവിടെ നടക്കുന്ന പ്രോസസ്സിങ് ഒറിജിനൽ ആയിട്ട്. അപ്പൊ ഏതായാലും എനിക്ക് ഇത്രേ പറയാനുള്ളൂ. നല്ലൊരു സെഷൻ ആയിരുന്നു, നല്ലൊരു അവയർനെസ് ആയിരുന്നു. താങ്ക് യു. നിങ്ങളുടെ മറ്റുള്ളവരുടെ അനുഭവങ്ങൾ എങ്ങനെയാണ്? ഇതുമായിട്ട് ബന്ധപ്പെട്ട എന്തെങ്കിലും അനുഭവങ്ങൾ ഉണ്ടോ? നമ്മളുടെ ചുറ്റുമുള്ള പ്രായമുള്ളവരെയൊക്കെ നമ്മളൊന്ന് അവയർനെസ് കൊടുക്കണം. അതായത് അവർ വെറുതെ ഇരിക്കാൻ പാടില്ല. അവരെത്രമാത്രം ഓരോ കാര്യങ്ങളിൽ എൻഗേജ്ഡ് ആകുന്നു, എത്രമാത്രം അവർ പുതിയ കാര്യങ്ങൾ ഇതുവരെ ചെയ്തിട്ടില്ലാത്ത പുതിയ സ്കിൽ. അപ്പൊ ഈ പ്രായമാവുമ്പോൾ ഇതൊക്കെ നാണക്കേടല്ലേ? ഇപ്പൊ വയലിൻ പഠിക്കുന്നു, അല്ലെങ്കിൽ ഗിത്താർ പഠിക്കുന്നു, അല്ലെങ്കിൽ പാട്ട് പഠിക്കുന്നു. അപ്പോ ഒരു 70-72 വയസ്സുള്ള അമ്മുമ്മ അല്ലെങ്കിൽ അപ്പൂപ്പൻ സംസ്കൃതം പഠിക്കണം, എനിക്ക് ഓൺലൈൻ കോഴ്സിൽ ചേരണമെന്ന് പറഞ്ഞാൽ അപ്പൊ തന്നെ മക്കൾ എതിർക്കും അതിനെ. അച്ഛൻ എന്തിന്റെ കേടായി ഈ പ്രായത്തിൽ? യഥാർത്ഥത്തിൽ അവരുടെ അച്ഛന്റെ ആയുസ് അവർ കുറയ്ക്കുക ചെയ്യുന്നു. അച്ഛനെ ഉടനെ തന്നെ അതിനു വേണ്ട എല്ലാ സൗകര്യം ചെയ്തു കൊടുത്ത് അച്ഛൻ ആ കോഴ്സിൽ ചേരും, അച്ഛൻ ആ ഓൺലൈൻ കോഴ്സ് അറ്റൻഡ് ചെയ്യും എന്ന്. കാരണം ഇത് അച്ഛന്റെ ബ്രെയിനിന് മാറ്റം വരും, അച്ഛന്റെ ആയുസ് കൂടും, അച്ഛൻ മൊത്തമായിട്ടുള്ള ചുറുചുറുക്കവും ആരോഗ്യവും കൂടും. അപ്പൊ തലച്ചോറ് മാറുമ്പോൾ നമ്മുടെ ബോഡിയുടെ എൻ്റയർ ആക്ടിവിറ്റി ബെറ്റർ ആവും. അതാണ്. അപ്പൊ ഇത് നമ്മുടെ എല്ലാവരുടെയും ജീവിതത്തെ ഏറ്റവും കൂടുതൽ ബാധിക്കുന്ന ഒരു കാര്യമാണ് ന്യൂറോപ്ലാസ്റ്റിസിറ്റി. അപ്പൊ നമ്മുടെ ധാരണകൾ തിരിച്ചാണ്. കഴിയുന്നത് റെസ്റ്റ് എടുക്കുക, കഴിയുന്നതും കുറച്ച് പ്രായമായ എല്ലാത്തിൽ നിന്നും വിട്ടു നിൽക്കുക. അങ്ങനെ ഞാൻ ക്ലാസ് എടുക്കാനായിട്ട് പോയപ്പോ ചെങ്ങന്നൂര്, അപ്പൊ NSSന്റെ വേണ്ടി ഒരു ക്ലാസ് എടുക്കാൻ ചെന്നപ്പോ അപ്പൊ അവിടുത്തെ അതിന്റെ പ്രസിഡന്റ് ആയിട്ടിരിക്കുന്ന ഒരു ലേഡിയാണ്. അപ്പൊ ഒരു 80 വയസ്സോളം, 82 വയസ്സുണ്ട്. റിട്ടയർഡ് ഒരു ലെക്ചറാ, പ്രൊഫസറോ മറ്റോ. വളരെ ഹെൽത്തിയാണ്, വളരെ ആക്റ്റീവാണ്, കണ്ട പ്രായം വളരെ കുറച്ച്. അപ്പൊ കുറെ അധികം സ്ഥാനമാനങ്ങൾ വഹിക്കുന്നുണ്ട്. രാവിലെ ഒരു 7-7:30 ആകുമ്പോഴേ ഓഫീസിൽ വരും, രാത്രി വരെ അവിടുത്തെ വർക്കുകൾ ചെയ്യുന്നു. അപ്പൊ ഞാൻ അതിശയിച്ചു പോയി. അപ്പൊ ഇത് വളരെ ആ ന്യൂറോപ്ലാസ്റ്റിസിറ്റിയുടെ ആ ഒരു പ്രയോജനം കൊണ്ടാണ് ഒരുപാട് കാര്യങ്ങൾ ഏറ്റെടുക്കുന്നത് കൊണ്ട് ഈ 82 വയസ്സെന്നുള്ളത് ബാധിച്ചിട്ടേ ഇല്ല ശരീരത്തിനെയും മനസ്സിനെയും. ആ പ്രായം ബാധിക്കാതിരിക്കാൻ നമ്മൾ ഇത്തരത്തിലുള്ള ആക്ടിവിറ്റിയിലൂടെ നമ്മുടെ തലച്ചോറിനെ എത്രമാത്രം ആക്റ്റീവ് ആക്കാമോ അത്രയും നമുക്ക് ആയുസ്സും ആരോഗ്യവും കൂടും. അതുപോലെ കുട്ടികളുടെ പുതിയ സ്വഭാവങ്ങൾ ബിൽഡ് ചെയ്യാനായിട്ട് ഇപ്പം കുട്ടികൾ പലപ്പോഴും പഠനത്തിൽ പുറകോട്ട് പോകുന്നത് വായന ഇല്ലാതെ വരുമ്പോഴാണ്. അപ്പൊ ഈ വായിക്കുന്ന സ്വഭാവം ശീലമായി എല്ലാ ദിവസവും സ്കൂളിൽ നിന്ന് വന്നു കഴിഞ്ഞാൽ വൈകിട്ട് 7 മണിയാകുമ്പോൾ കുട്ടി പഠിക്കാൻ പുസ്തകം എടുക്കുന്നു. അപ്പൊ ഇപ്പൊ പല കുട്ടികളും +1 ഒക്കെ ആയി കഴിഞ്ഞപ്പോൾ 10ാം ക്ലാസ്സിൽ ആകുമ്പോൾ ഇന്നും വൈകിട്ട് പഠിക്കുമായിരുന്നു. അപ്പൊ +1 ആയി കഴിഞ്ഞപ്പോൾ പിന്നെ പുസ്തകം എടുക്കത്തില്ല, പരീക്ഷ എടുക്കുമ്പോൾ മാത്രമേ പഠിക്കത്തുള്ളൂ. ആ ഹാബിറ്റ് അങ്ങ് പോയി. അപ്പൊ അച്ഛനമ്മമാർ ചെയ്യേണ്ടത് ഈ ഹാബിറ്റ്, നല്ല ഹാബിറ്റുകൾ കളയരുത്. +1 ആയി അല്ലെങ്കിൽ +2 ആയി എല്ലാ ദിവസവും അവനെ 10ാം ക്ലാസ് വരെ 7 മണിക്ക് പഠിക്കാൻ തുടങ്ങും, 10 മണി വരെ പഠിക്കുമായിരുന്നു. ഇപ്പൊ അവൻ കൂട്ടുകാരുടെ കൂടെ കറങ്ങുകയാണ്. അപ്പൊ ഈ ഒരു ഹാബിറ്റ് ഉണ്ടെങ്കിൽ അവൻ എല്ലാ ദിവസവും ഇനി അവധിയായാൽ പോലും 7 മണിക്ക് ഓട്ടോമാറ്റിക്കായിട്ട് പുസ്തകം എടുക്കാനുള്ള ടെൻഡൻസി അവനിലുണ്ടാവും. അപ്പൊ നല്ല നല്ല ഹാബിറ്റുകൾ ഡെവലപ്പ് ചെയ്യാനും അത് നിലനിർത്താനും നമുക്ക് ന്യൂറോപ്ലാസ്റ്റിസിറ്റിയെ ഉപയോഗിക്കാം. അപ്പൊ നമ്മൾ അച്ഛനും അമ്മയും അറിഞ്ഞിരിക്കണം, ഇവരെല്ലാ ദിവസവും ഇത് ചെയ്യുകയാണെങ്കിൽ ആ സ്വഭാവം അവനിൽ ഇംപ്രിന്റ് ആവും. അതേപോലെ അവൻ പുതിയ രീതിയിൽ പഠിച്ചുകൊണ്ടിരുന്ന കുട്ടി ഇപ്പോ കൂട്ടുകാരുടെ വൈകിട്ട് കറങ്ങാൻ പോയി കഴിഞ്ഞാൽ പരീക്ഷ അടുക്കുമ്പോഴും അവന് പുസ്തകം തുറക്കാൻ തോന്നുന്നില്ല. അവൻ എല്ലാ ദിവസവും വൈകിട്ട് 7 മണിക്ക് ഫ്രണ്ട്സിനോടൊപ്പം പോകും. അപ്പൊ ഈ ആഴ്ച പരീക്ഷയാണ്, പക്ഷെ അമ്മ പറഞ്ഞു നീ പരീക്ഷയല്ലേ, നീ വീട്ടിൽ ഇരുന്ന് പഠിക്കുക. ഇല്ല, അവന് പറ്റുന്നില്ല. അവൻ 7 മണിക്ക് കറങ്ങാൻ പോകുന്ന സ്വഭാവം തലച്ചോറിനകത്ത് ന്യൂറൽ നെറ്റ്വർക്കുകളതനുസരിച്ച് ഫോം ചെയ്തപ്പോൾ അതവനെ ടെംപ്റ്റ് ചെയ്യുന്നു, അതവനെ പ്രേരിപ്പിക്കുന്നു. അപ്പൊ തലച്ചോറിനകത്ത് ന്യൂറൽ നെറ്റ്വർക്കുകൾ ഏതിനനുസൃതമായിട്ടാണോ ഉള്ളത്
അതിന് നമ്മളെ ടെംപ്റ്റ് ചെയ്യും, പ്രേരിക്കും. ഓക്കെ. അപ്പൊ ഒരുപാട് നമുക്ക് മേഖലകളിൽ ഉപയോഗിക്കാൻ പറ്റുന്ന കാര്യമാണ് ചീത്ത സ്വഭാവങ്ങൾ കളയാനായിട്ട്, നല്ല സ്വഭാവങ്ങൾ ബിൽഡ് ചെയ്യാനായിട്ട്. ഇഞ്ചുറി, തലച്ചോറിന് എന്തെങ്കിലും ഇഞ്ചുറി ഒക്കെ വന്നാൽ അതിനെ മറികടക്കാൻ കഴിയുന്നതും പരിഹരിക്കാനായിട്ട് നമുക്ക് ഇതുപോലുള്ള ആക്ടിവിറ്റിയിലൂടെ, പുതിയ പുതിയ സ്കിൽ പഠിക്കുന്നതിലൂടെ സാധിക്കും. അപ്പൊ എപ്പോഴും എന്തെങ്കിലുമൊക്കെ പുതിയ സ്കില്ല് പഠിച്ചുകൊണ്ടിരിക്കുക എന്നുള്ളതാണ് നമ്മൾ ശീലമാക്കേണ്ട കാര്യം. അത് നമ്മുടെ ബ്രെയിൻ കപ്പാസിറ്റി കൂട്ടും, മൊത്തമായിട്ടുള്ള ആരോഗ്യത്തിനെയും മൊത്തമായിട്ടുള്ള പെർഫോമൻസിനെയും ബെറ്ററായി. ഇതാണ് ബ്രെയിൻ റീവയറിംഗ് എന്ന് പറയുന്നത്. ബ്രെയിൻ സെൽഫായിട്ട് റീവയർ ചെയ്യപ്പെടുന്നു. അപ്പോൾ ബ്രെയിനകത്ത് കോശങ്ങൾ ഉണ്ടായാൽ മാത്രം പോരാ, അതിനകത്ത് ഈ രീതിയിലുള്ള നല്ല ന്യൂറൽ നെറ്റ്വർക്കുകൾ ഫോം ചെയ്യപ്പെടും. അതിനായിട്ട് നമ്മളുടെ എക്സ്പീരിയൻസും നമ്മുടെ ആക്ടിവിറ്റിയുമാണ് സഹായിക്കുന്നത്. ഓക്കെ. ഡൗട്ട്സോ ഒപ്പീനിയനോ ഉണ്ടെങ്കിൽ പറയാം. നിങ്ങൾക്ക് അതിനെക്കുറിച്ചുള്ള അനുഭവങ്ങൾ, അഭിപ്രായങ്ങൾ പറയാം. ഗുഡ് മോർണിംഗ് സാർ. മോർണിംഗ്. അല്ല, വളരെ നല്ല സെഷൻ ആയിരുന്നു. സാറ് പറഞ്ഞപ്പോഴേ എനിക്ക് ഇതുപോലെ ഒരു അനുഭവം ഉണ്ടായിരുന്നു. ഞാനൊക്കെ ആദ്യമായിട്ട് ജോലിക്കൊക്കെ വന്ന് ശമ്പളമൊക്കെ കെട്ടി തുടങ്ങിയ സമയത്ത് അച്ഛൻ കടലിലാണ് ജോലിക്ക് പോയിരുന്നത്. അപ്പൊ ആരോഗ്യസ്ഥിതിയൊക്കെ കുറച്ച് മോശമായി തുടങ്ങിയപ്പോ ഞങ്ങൾ പറഞ്ഞു, ഇനി അച്ഛൻ ജോലിക്ക് പോകണ്ട, ഇനി വീട്ടിൽ തന്നെ ഇരുന്നോ എന്നൊക്കെ പറഞ്ഞ് ഇരുത്തിയെ. അച്ഛന് അതിനേക്കാൾ കൂടുതൽ മോശാവസ്ഥയിലേക്കാണ് പിന്നെ പോയിക്കൊണ്ടിരുന്നത്. പിന്നെ അവിടുന്ന് അച്ഛൻ തന്നെ സ്വന്തമായിട്ട് അവര് കാറ്ററിങ്ങിന്റെ പരിപാടിയൊക്കെ തുടങ്ങി. ഇപ്പോഴും അച്ഛൻ അത്യാവശ്യം നല്ല രീതിയിൽ കുക്കിങ്ങും കാര്യങ്ങളും, അതുപോലെ അച്ഛന്റെ കീഴിൽ ഒരുപാട് ആളുകൾക്ക് ഇപ്പൊ ജോലിയും ചെയ്യുന്നുണ്ട്. അച്ഛൻ അടിപൊളിയായിട്ട് ആരോഗ്യത്തോട് ഇരിക്കുന്നുണ്ട്. സന്തോഷം. അതൊന്നും ഇത് അറിഞ്ഞിട്ടല്ല, നമ്മൾ പറഞ്ഞിട്ടും ചെയ്തതല്ല. പുള്ളിയുടേതായിട്ടുള്ള ആ ഒരു ആരോഗ്യസ്ഥിതി മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോയതാണ്. അപ്പൊ ഞാനിപ്പോ അങ്ങടാണ് ആലോചിച്ചത്, നമ്മൾ അങ്ങനെ ഇരുത്തായിരുന്നെങ്കിൽ അച്ഛൻ ആരോഗ്യസ്ഥിതി ആകെ മോശമായി പോയനായിരുന്നു. വളരെ കറക്റ്റാണ്. അപ്പൊ നമ്മുടെ നാട്ടിൻപുറത്തെ സ്ഥിരം പരിപാടിയാണ്. സാമ്പത്തികമൊക്കെ മെച്ചപ്പെട്ട് കഴിഞ്ഞാല് ഇനി അമ്മ അച്ഛനും കഷ്ടപ്പെടണ്ട. അവരെ ചെയ്തുകൊണ്ടിരിക്കുന്ന പല ജോലികളും, ഇപ്പൊ പശുവുണ്ട്. അപ്പൊ അച്ഛൻ രാവിലെ പശുവിനെ കറന്ന് പാൽ സൊസൈറ്റി കൊണ്ടുപോകുന്നു, സൈക്കിളെ കൊണ്ടുപോകും. ഇത് അച്ഛന് 78 അല്ലെങ്കിൽ 80 ഉണ്ട്, പക്ഷെ നല്ല ഹെൽത്തിയാണ്. മകനെ ഗൾഫിൽ നിന്ന് വന്നിട്ട് അച്ഛന് ഇനി ഈ പണിയൊന്നും ചെയ്യേണ്ട ആവശ്യമില്ല, റെസ്റ്റ് എടുക്കണം. ശാരീരികസ്ഥൈര്യം വാങ്ങിച്ചു കൊടുത്തിട്ട് ഹോം നേഴ്സിനെയൊക്കെ നിർത്തി കൊടുത്തിട്ട് മകൻ പോയി. ഇത് എനിക്ക് നാണക്കേട്, അച്ഛന് ഈ പാലും കൊണ്ടൊക്കെ പോകുന്നത്. മകൻ വലിയ ദോഷമാണ് ചെയ്യുന്നത്. അപ്പൊ നമ്മൾ അവരുടെ ആ ഡെയിലി വർക്കുകളെ ശാരീരികവും മാനസികവുമായിട്ടുള്ള എഫർട്ടിലൂടെ അവരുടെ ബ്രെയിൻ ഫുൾ ആക്റ്റീവ് ആവുക. തലച്ചോറിലെ കോശങ്ങളാണ് ആക്റ്റീവ് ആവുന്നത് ഏത് വർക്ക് ചെയ്യുമ്പോഴും. അപ്പോ ഓരോ ദിവസവും ഇങ്ങനെയുള്ള വർക്ക് ചെയ്യുമ്പോൾ ഒരുപാട് പുതിയ പുതിയ ആക്ടിവിറ്റിയാണ് ഇൻവോൾവ് ആവുന്നത്. അതിന്റെ ഫലമായിട്ട് ന്യൂറൽ നെറ്റ്വർക്ക് ഉണ്ടാവുകയും അത് മൊത്തമായിട്ടുള്ള ഹെൽത്ത് മെയിൻറ്റെയിൻ ചെയ്യാനായിട്ട് സഹായിക്കുകയും ചെയ്യും. അപ്പൊ മക്കള് ചെയ്യേണ്ടത്, അപ്പൂപ്പനും അമ്മമ്മയ്ക്കും ഒക്കെ കണ്ണാടി വാങ്ങിച്ചു കൊടുത്തിട്ട് പത്രം വായിക്കാൻ പറയണം. അവര് വായിക്കണം, നമ്മൾ കേൾക്കണം. അല്ലാതെ നമ്മൾ വായിച്ചു കൊടുക്കുകയല്ല വേണ്ടത്. അങ്ങനെ കൊടുത്താലും കുറച്ച് ഗുണമുണ്ട്, പക്ഷെ അവര് വായിച്ചു തരണം. അപ്പൂപ്പനെ എനിക്ക് എന്നെ കാണത്തില്ലെന്ന് പറയും. അത് അപ്പൂപ്പന് ഞാൻ നല്ല കണ്ണാടി വാങ്ങിച്ചു തരാം. കൊച്ചുമോൻ കാനഡയിലാണ്, ഏറ്റവും നല്ല കണ്ണാടി വാങ്ങിച്ചു കൊടുത്തു, ബുക്കും വാങ്ങിച്ചു കൊടുത്തു, പത്രം വരുത്തി കൊടുത്തു. പത്രം ഇല്ലായിരുന്നു. അപ്പൂപ്പ ന്യൂറോ പ്ലാസ്റ്റിസിറ്റി എന്ന് പറഞ്ഞൊരു കാര്യമുണ്ട്. അപ്പൂപ്പന് കുറെ വർഷം ജീവിച്ചിരിക്കേണ്ട ആരോഗ്യമായിട്ട്. അപ്പൊ ഇന്നോട്ട് വായന തുടങ്ങണം. എല്ലാ ദിവസവും പത്രം മൊത്തം വായിക്കണം, മറ്റുള്ളവരത് കേൾക്കാനിരിക്കണം. 85 വയസ്സുള്ള അപ്പൂപ്പൻ വായിക്കുന്ന കേൾക്കാനായിട്ട് മറ്റുള്ളവരിരിക്കണം. അപ്പൊ ആ അപ്പൂപ്പൻ അങ്ങനെ തന്നെ സ്ട്രോങ് ആവും. അതുപോലെ ഏത് വർക്ക് ചെയ്യുമ്പോഴും അപ്പൂപ്പനെ വിളിക്കണം. പക്ഷെ നമ്മൾ അപ്പൂപ്പനെ ഒഴിവാക്കും, അപ്പൂപ്പൻ വീട്ടിൽ ഇരിക്കട്ടെ. അപ്പൊ നമ്മൾ കുറച്ച് തൈ നടുകയാണ്, പച്ചമുളകിന്റെ തൈ നടുക, അപ്പൂപ്പനും കൂടെ വാ. അപ്പൊ ഉടനെ അപ്പൂപ്പന്റെ തലച്ചോറാണ് ആക്റ്റീവ് ആകുന്നത്. അപ്പൊ അവരുടെ ബ്രെയിൻ ആക്റ്റീവ് ആയെങ്കിൽ അവരുടെ ഓർമ്മശക്തി നിലനിർത്താനും അവരുടെ ബുദ്ധിശക്തി, അവരുടെ പ്രവർത്തനങ്ങളെ, ബോഡിയുടെ പ്രവർത്തനങ്ങളെല്ലാം നിലനിർത്താൻ കഴിയും. അപ്പൊ ഇതിനെ കുറിച്ചുള്ള അറിവ് മറ്റുള്ളവർക്ക് വേണം. ഓക്കെ. മറ്റെന്തെങ്കിലും സംശയങ്ങൾ, അഭിപ്രായങ്ങൾ? വളരെ നല്ല ക്ലാസ്. ന്യൂറോപ്ലാസ്റ്റിസിറ്റിയെ കുറിച്ചിട്ട്, റീവയറിങ്ങിനെ കുറിച്ചിട്ടൊക്കെ നല്ല ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള ക്ലാസ് ആയിരുന്നു. സാർ ഈ പറഞ്ഞ മാതിരി ഞാനൊരു റിട്ടയർഡ് ടീച്ചറാണ്. അപ്പൊ ഞാൻ റിട്ടയർഡ് ചെയ്ത് കഴിഞ്ഞപ്പോഴാണ് ശരിക്കും പറഞ്ഞാൽ എന്താ പറയാ സൈക്കോളജി MA ഇഗ്നോയിൽ പോയി ചേർന്നതും അത് പഠിച്ചുകൊണ്ടിരുന്നതും ഒക്കെ. അപ്പൊ അത് ഓൾറെഡി കംപ്ലീറ്റഡ് ആയ എനിക്ക് സർട്ടിഫിക്കറ്റ് ഒക്കെ കിട്ടി.
അപ്പോൾ ഓക്കെ എല്ലാവരും എന്നോട് പറഞ്ഞു ചോദിച്ചൊരു കാര്യമുണ്ട്, എന്തിനാ ഇപ്പൊ റിട്ടയർ ആയി കഴിഞ്ഞാൽ ഇത് ചെയ്യണത്? അങ്ങനെ നമ്മുടെ സമൂഹം അങ്ങനെയാണ്. അവര് എപ്പോഴും ഇപ്പൊ എന്റെ ഫ്രണ്ട്സ് ആയാലും ചോദിക്കും, എന്തിനാ ഇപ്പൊ ഇനി അങ്ങനെ ചെയ്യണേ, അതിന്റെ ആവശ്യം എന്താന്നുള്ള രീതിയിൽ. അപ്പൊ എനിക്കതുകൊണ്ട് വളരെ ബെനിഫിറ്റേ ഉണ്ടായിട്ടുള്ളൂ. ഞാൻ ഇപ്പോഴും ആക്റ്റീവായിട്ട് നിൽക്കുന്നതും ഇപ്പൊ ഈ ഗ്യാങ്ങിൽ ചേരാൻ പറ്റിയതും ഒക്കെ അങ്ങനെയുള്ള ഒരു നെറ്റ്വർക്ക് എനിക്ക് കിട്ടിയതുകൊണ്ടാണ്. അപ്പൊ ഞാൻ അവിടെ പഠിച്ചപ്പോൾ തന്നെ കുറെ കോണ്ടാക്ട് എനിക്ക് കിട്ടി. അതിൽ നിന്ന് ഞാൻ 2-3 ഗ്രൂപ്പുകളിൽ ചേർന്നു. ഇപ്പൊ വിൻബിളിൽ വന്നതും അങ്ങനെ തന്നെയാണ്. അപ്പൊ അങ്ങനെ വന്നതുകൊണ്ട് എനിക്ക് ഒരുപാട് ഇൻഫർമേഷൻസ് ഇപ്പൊ രാവിലെ ഇവിടെ വന്നിരുന്നിട്ട് ഇപ്പൊ ഈ ന്യൂറോ പ്ലാസ്റ്റിസിറ്റിയെ കുറിച്ചൊക്കെ കേൾക്കുമ്പോൾ ശരിയാണ്, നമ്മൾ കോഗ്നിറ്റീവ് സൈക്കോളജി എന്ന് പറഞ്ഞിട്ടൊരു വിഷയം തന്നെ പഠിക്കുന്നുണ്ട്. അപ്പൊ അതിനകത്ത് ഇതൊക്കെ പറയുന്നുണ്ട്. പക്ഷെ അതൊക്കെ രജിസ്റ്റേർഡ് ആകുന്നത് അല്ലെങ്കിൽ പ്രാക്ടിക്കലി ഇന്ന ബെനിഫിറ്റ് അതിനുണ്ട് എന്ന് അറിഞ്ഞതൊക്കെ ഇങ്ങനെയുള്ള സാറിനെ പോലെയുള്ള ഒരുപാട് പേര് ഇങ്ങനെ നമുക്ക് ക്ലാസ് എടുക്കുമ്പോഴാണ് നമുക്ക് ആ രജിസ്റ്റേർഡ് ആയി, ഇതിങ്ങനെ ചെയ്താൽ ഇങ്ങനെയാണ്, അല്ലെങ്കിൽ നമ്മുടെ കോഗ്നിറ്റീവ് എബിലിറ്റി നമുക്ക് കൂട്ടാം. ഒരുപാട് ഭാഗങ്ങളുണ്ടല്ലോ. അപ്പൊ ഈ വയറിംഗ് എന്നൊക്കെ പറയുമ്പോൾ അതിന്റെ കൺസെപ്റ്റ് ഒക്കെ ശരിക്കും പ്രാക്ടിക്കലി നമുക്ക് അറിഞ്ഞത് ശരിക്കും ഞാൻ ഈ ഗ്രൂപ്പിലൊക്കെ വന്ന് ഈ ക്ലാസ്സുകളൊക്കെ കേട്ടപ്പോഴാണ്. നമുക്ക് അറിയാമായിരുന്നത് ഇങ്ങനെയൊക്കെയാണെന്ന്, പക്ഷെ അത് രജിസ്റ്റേർഡ് ആയത് ഇപ്പോഴാണ്. അപ്പൊ സാറ് പറഞ്ഞത് വളരെ കറക്റ്റാണ്. നമ്മുടെ വയസ്സായവരൊക്കെ ഇപ്പൊ എൻ്റെ അമ്മയൊക്കെ കുറച്ച് ഓർമ്മ പ്രശ്നമൊക്കെ ആയിട്ട് ഇങ്ങനെ കിടക്കാണ്. കാരണം എന്താ വെച്ചാൽ പുള്ളിക്കാരി എപ്പോഴോ തുടങ്ങിയിട്ട് കയറി കിടക്കണം എന്നുള്ള ടെൻഡൻസി ആയിരുന്നു. ഏത് നേരം കയറി കിടക്കും. അപ്പോഴേ ഞാൻ പറയും ഇങ്ങനെ കിടന്നാൽ കൊള്ളൂല, ബ്രെയിൻ വർക്ക് ചെയ്യില്ല എന്നൊക്കെ പറഞ്ഞാലും അവർക്കത് മനസ്സിലാവില്ലല്ലോ. എല്ലാവർക്കും വയസ്സായി കഴിഞ്ഞാൽ റെസ്റ്റ് എടുക്കണം. ഇപ്പൊ എന്റെ ഫ്രണ്ട് ആയാലും പറയും, ഇനിയിപ്പോ എന്തിനാണ് ഇങ്ങനെ നമ്മൾ വർക്ക് ചെയ്യണത്, നമ്മൾ എവിടെയെങ്കിലും കിടന്നാൽ പോരെ, നമുക്ക് നമ്മുടെ ഇതൊക്കെ ചെയ്താൽ പോരെ, നമുക്ക് 60 ആവാറായില്ലേ, അങ്ങനെയൊക്കെ ചോദിക്കും. പക്ഷെ അങ്ങനെ ചെയ്യരുത്. അങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ നമ്മളെ തന്നെയാണ് നശിപ്പിച്ചില്ലാതാക്കുന്നത്. നമ്മൾ നാളെ ഏത് രീതിയിലേക്ക് പോകും, ഡിമിനിഷ്, ആൽഷിമേഴ്സ് എന്തെങ്കിലുമൊക്കെ നമുക്ക് വന്ന് പെടാലോ. അപ്പൊ ഇതൊക്കെ അതിനൊക്കെ ഒരു പ്രിവെൻഷൻ നമ്മൾ തന്നെ ഇപ്പോഴേ എടുക്കണം. അത് സാറിന്റെ ഈ ക്ലാസ് വളരെ ഉപകാരപ്രദമായി. ജീവിതത്തിന്റെ അറിവുകളാണിത്. ഇത് നമ്മൾ മറ്റുള്ളവർക്ക് പകർന്നു കൊടുക്കണം. കാരണം ഒന്നാമത്തെ കാര്യം, ഈ വീടിനകത്ത് പ്രായമുള്ള ആൾക്കാർ അറിയാം, അവർ കിടക്കാൻ താല്പര്യപ്പെടും. അപ്പൊ വീടിനകത്ത് കയറി കിടക്കുന്നതിന്റെ ഫലമായിട്ട് അവർക്കൊരു കംഫർട്ട് ഫീൽ ചെയ്യും. പക്ഷെ അസ്ഥികൾ വീക്കാവും. ഒന്നാമത്തേത് അസ്ഥികൾ എന്ന് പറഞ്ഞാൽ എത്രയും നടക്കുകയും വീക്കുകയും ചെയ്തെങ്കിൽ മാത്രമേ സ്ട്രോങ് ആവും. ഇല്ലെങ്കിൽ വാഴപ്പിണ്ടി പോലെ ആയി പോകും. 1 മാസം 2 മാസം ഒറ്റ കിടത്ത് കിടന്നാൽ. അപ്പൊ കഴിയുന്നതും കിടക്കുന്നത് കുറയ്ക്കണം. അസ്ഥികളുടെ സ്കെലിറ്റൻ സിസ്റ്റം സ്ട്രോങ് ആവണം. മസിൽ മാസ് കുറയും, അതോടെ വീക്കാവും. അപ്പോ അത് പിന്നെ രണ്ടാമത് സൂര്യപ്രകാശം കിട്ടിയില്ലെങ്കിൽ വിറ്റാമിൻ കുറയും. D3 മാത്രമല്ല, അവരുടെ മൊത്തമായിട്ടുള്ള പെർഫോമൻസ് മോശമാവും. അപ്പൊ നമ്മൾ ഇവരെയും കൊണ്ട് പുറത്ത് കൈപിടിച്ച് നടക്കുകയും പുറത്ത് എന്തെങ്കിലുമൊക്കെ പച്ചക്കറി കൃഷിയോ എന്തെങ്കിലുമൊക്കെ ചെയ്ത് വളരെ ആക്റ്റീവ് ആക്കാനായിട്ട് ഈ മക്കളും കൊച്ചുമക്കളും തയ്യാറാവണം. അവരോടൊപ്പം സമയം ചെലവഴിക്കണം. അവരെ അകത്ത് കിടക്കുകയാണെങ്കിൽ ഇക്കിഗായൊക്കെ ഉണ്ടല്ലോ ജപ്പാനീസിന്റെ, അതൊക്കെ പോലെയൊക്കെയുള്ള പറയുന്നത്. ഇതിനെ കുറിച്ചുള്ള അറിവുകൾ പരസ്പരം പങ്കുവയ്ക്കാം. അത് പറ്റുന്നില്ല, ആൾക്കാരുടെ അടുത്തോട്ട് എത്തുന്നില്ല. ഇപ്പൊ ഈ ക്ലാസ്സിൽ തന്നെ എത്ര പേരാ? വളരെ ലിമിറ്റഡ് ആൾക്കാരല്ലേ കയറുന്നത്. ലക്ഷക്കണക്കിന് ആൾക്കാർ പുറത്ത് കിടക്കുകയല്ലേ. അപ്പൊ നമ്മൾ അറിയാവുന്നവരും മറ്റുള്ളവർക്ക് ഇതുപോലുള്ള വേദികളിൽ പഠിപ്പിക്കുക. ഇത് ഭയങ്കര ഒരു സയന്റിഫിക് ടെക്നിക്കാണ്. വെറും സിമ്പിൾ കാര്യം കൊണ്ട്. എന്റെ വീടിനടുത്ത് ഒരാള് 87 വയസ്സുണ്ട്, കട നടത്തുന്നുണ്ട്. അപ്പൊ രാവിലെ 5 മണി മുതൽ രാത്രി 11:30 വരെ ആ കട വർക്കിംഗ്. അപ്പൊ ഏത് സാധനം വേണമെങ്കിലും അവിടെ കിട്ടും. അപ്പൊ ഞങ്ങളങ്ങ് ഓടിപ്പോയി ബ്ലേഡ് വേണം, അല്ലെങ്കിൽ റവ വേണം, അല്ലെങ്കിൽ പഞ്ചസാര വേണം, ഓടി അങ്ങോട്ടാ ചെല്ലുന്നത്. അപ്പൊ പുള്ളി വീട്ടിന്റെ മുമ്പിൽ തന്നെ ആയതുകൊണ്ട് കട അടയ്ക്കത്തില്ല. അപ്പൊ ഈവൻ 87 വയസ്സിൽ നമ്മൾ 500 രൂപ കൊടുത്താൽ അപ്പോഴേ 37 രൂപയുടെ ബാക്കി എടുത്ത് തരുന്നത് കണ്ടു കഴിഞ്ഞാലേ, അങ്ങനെ ബ്രെയിൻ എല്ലാ ദിവസവും വർക്ക് ചെയ്യുകയാണ്. അത് രാവിലെ തുടങ്ങും. കാരണം ആൾക്കാർ 500 രൂപ കൊണ്ട് കൊടുത്തിട്ട് 40 രൂപ 30 രൂപയുടെ സാധനം വാങ്ങിച്ചിട്ട് ചില്ലറ കൊടുക്കണം, ബാക്കി കൊടുക്കണം, അളന്ന് തൂക്കി കൊടുക്കണം, കൃത്യമായിട്ട് ഇതിന്റെ എല്ലാം വില ഓർത്തിരിക്കണം. അപ്പൊ ആ മനുഷ്യന്റെ തലച്ചോറ് ഈ കട നടത്തുന്നതിന്റെ ഇവര് വർക്ക് ചെയ്യുന്നതുകൊണ്ട് അദ്ദേഹത്തിന്റെ ആരോഗ്യവും ഒക്കെയാണ്. അപ്പൊ ഈ ശരീരത്തിന്റെ മൊത്തം ആരോഗ്യവും ബ്രെയിനിന്റെ സ്ഥിതിയായിട്ട് വളരെ കോറിലേറ്റഡ് ആണ്. അപ്പൊ ആദ്യം തലച്ചോറിനെ, ഇപ്പൊ നമ്മളൊരു വണ്ടി നല്ലോണം മുന്നോട്ട് കൊണ്ടുപോകണമെങ്കിൽ അതിന്റെ എഞ്ചിൻ കറക്റ്റ് ആയിരിക്കാം, അല്ലെങ്കിൽ പിന്നെ വണ്ടി ബോഡി കൊണ്ട് കാര്യമില്ല. അപ്പൊ നമ്മുടെ ബസ് എന്ന് പറയുന്ന നമ്മുടെ ശരീരത്തിന്റെ ഈ എഞ്ചിനാണ് നമ്മുടെ തല. ആ എഞ്ചിൻ സൂപ്പറാക്കി വെക്കണം. അത് ചെയ്താൽ മതി, പിന്നെ വണ്ടി അതിന്റെ പുറകിലും പോയിക്കോളും. അപ്പൊ നമ്മളെല്ലാവരും നമ്മുടെ വീട്ടിലുള്ള മറ്റംഗങ്ങളെയും കൂടെ ഇക്കാര്യങ്ങൾ പഠിപ്പിക്കുക. പുതിയ കാര്യങ്ങൾ പഠിക്കാൻ എല്ലാവരും തയ്യാറാവണം. പ്രായം നോക്കണ്ട. വയലിനോ ഗിത്താറോ കീബോർഡോ കൊച്ചുമക്കളൊക്കെ പഠിക്കുമ്പോൾ അവർ വന്ന് നമ്മളെ പഠിപ്പിക്കും. അതുപോലെ ഫോണിനകത്തുള്ള പുതിയ ആപ്പുകള്, ടെക്നിക്കുകള് എല്ലാം പഠിക്കുക. ഓക്കെ സാറേ, ഇതിന് ഏതാ ബുക്ക് സാറേ ഈ ന്യൂറോപ്ലാസ്റ്റിസിറ്റിയുടെ? അല്ല, ഇന്റർനെറ്റില് ഗൂഗിളിൽ അടിച്ചു നോക്കിയ ഇഷ്ടം പോലെ വീഡിയോസ്, ഞാനും വീഡിയോ ചെയ്തിട്ടുണ്ട്. എന്റെ പിന്നെ യൂട്യൂബ് ഉണ്ട്, മൈൻഡ് വിഷൻ ഇന്ത്യ എന്നാണ്. അപ്പൊ ഇന്ന് എന്റെ ഡിപ്ലോമ കൗൺസിലിംഗ് പഠിക്കുന്ന 10-20 കുട്ടികൾ, 45ഓളം പേരുണ്ട്. അവരിന്ന് ചേർന്നിട്ടുണ്ട് നമ്മുടെ മോർണിംഗ് സർക്കിളിലോട്ട്.
ഓക്കെ, നമ്മുടെ കുട്ടികൾ ആരാ കയറിയിട്ടുള്ളത്? റീന. സാർ ഗുഡ് മോർണിംഗ് സാർ. ഞാൻ സാറിന്റെ ഇപ്പോഴ പുതിയ ബാച്ചിലെ സ്റ്റുഡൻ്റ് ആണ്. കുറച്ച് തെറ്റിദ്ധാരണകളൊക്കെ എനിക്കും ഉണ്ടായിട്ടുണ്ടായിരുന്നു. ഞാൻ ടീച്ചറായിരുന്നു. മോൻ ജനിച്ചതിന് ശേഷം മോനാണ് നമ്മുടെ ലൈഫ് അമ്മ കൂടെ പറഞ്ഞു തന്ന്. അപ്പൊ വീട്ടിൽ തന്നെ ഒതുങ്ങി ഇങ്ങനെ നിന്ന് ഒരാവശ്യമായിട്ട് സാറിൻ്റെ അടുത്ത് ചെല്ലുകയും സാറ് ഈ കോഴ്സിൽ ഇങ്ങനെ ചേരുന്നുണ്ടോ എന്ന് ചോദിച്ചു. ഇപ്പോഴും പുതിയ പുതിയ അറിവുകളും ന്യൂറോൺസും ഒക്കെ കിട്ടിയതായിട്ട് എനിക്ക് തന്നെ ഫീൽ ചെയ്യുന്നു. സാറിന്റെ ക്ലാസ് അറ്റൻഡ് ചെയ്തതിന് ശേഷം ഒത്തിരി അറിവുകൾ കിട്ടുകയും ഏതൊക്കെ കോഴ്സിന് ഇനി ചേരണമെന്ന് ഇങ്ങനെ ആലോചിച്ചുകൊണ്ടിരിക്കുകയാണ്. അത്രയ്ക്ക് നല്ല ക്ലാസ്സും നല്ല പുതിയ പുതിയ ന്യൂറോൺസ് കിട്ടിയതായിട്ട് തന്നെ എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. താങ്ക് യു സാർ. ഓക്കെ റീന, അപ്പൊ എത്രയും പഠിച്ചോണ്ടേ ഇരിക്കുക, പ്രായം നോക്കരുത്. ഈ നാട്ടുകാർ ഇങ്ങനെയൊക്കെ പറയും, ഇത്രയും പ്രായമായിട്ട് എന്തിനാ ഈ കോഴ്സിൽ ചേരുന്നത്, അല്ലെങ്കിൽ എന്തിനാ പഠിക്കുന്നത്? അത് നമ്മുടെ ആവശ്യമാണ്. നമ്മൾ മരണം വരെ പഠിച്ചുകൊണ്ടേയിരിക്കുക, ഒരിക്കലും നമ്മൾ ഫുൾ ആവുന്നില്ല. പഠിച്ചുകൊണ്ടിരിക്കുക, പഠിപ്പിച്ചുകൊണ്ടിരിക്കുക. ഇത് രണ്ടും ദൈവികത്വമാണ്, ഡിവൈനാണ്. അപ്പൊ ദൈവാനുഗ്രഹം കിട്ടിക്കൊണ്ടേയിരിക്കും ഈ രണ്ട് പ്രോസസ്സിലും. പഠിക്കുകയും പഠിപ്പിക്കുകയും ചെയ്യുക, അത് ജീവിത വ്രതമാക്കി മാറ്റണം. കറക്റ്റ് ആണ് സാർ. എന്തെങ്കിലും ഇപ്പൊ ഈ ന്യൂറോ പ്ലാസ്റ്റിസിറ്റി സാർ എടുത്തതാണെങ്കിലും വീണ്ടും വീണ്ടും അതിനെക്കുറിച്ച് ഓരോ കാര്യങ്ങൾ അറിയാൻ മോഹം. പണ്ടങ്ങനെ ഇല്ലായിരുന്നു. സാറിന്റെ ഓരോ ക്ലാസ് കിട്ടുന്നതനുസരിച്ച് വീണ്ടും വീണ്ടും അറ്റൻഡ് ചെയ്യാൻ മോഹം. അതാണ് ഞാൻ രാവിലെ എഴുന്നേറ്റ് സാറിന്റെ ക്ലാസ്സിൽ ഇരുന്നത്. മുമ്പ് മറന്നുപോയ കാര്യങ്ങൾ, ഇപ്പൊ ഇംഗ്ലീഷ് ആയാലും എനിക്ക് ഗ്രാമറൊക്കെ ഭയങ്കര ഇഷ്ടമായിരുന്നു. പക്ഷെ ഞാൻ അതെല്ലാം കളഞ്ഞു. ഇപ്പൊ അവിടെ ഗോപിക മാം എടുക്കുമ്പം അതെല്ലാം എനിക്ക് ഓർമ്മ വരുന്നത്. എങ്ങനെ ഓർമ്മ വരുന്നെന്ന് എനിക്ക് അറിയത്തില്ല. പക്ഷെ സാറിന്റെ ക്ലാസ്സിന് ശേഷമാണ് ഞാൻ വേറെ ലെവലായി. ബ്രെയിൻ വർക്ക് ചെയ്യുന്നുണ്ട്, എല്ലാ ദിവസവും പുതിയ പുതിയ കാര്യങ്ങൾ കിട്ടുകയല്ലേ. അപ്പൊ നിങ്ങൾ എല്ലാ ദിവസവും വിംബിളിന്റെ മോർണിംഗ് സർക്കിൾ അറ്റൻഡ് ചെയ്യും. ഒരുപാട് കാര്യങ്ങൾ, ഒരുപാട് ക്ലാസ്സുകൾ, നല്ല നല്ല ക്ലാസ്സുകളാണ് ഇവിടുന്ന് കിട്ടുന്നത്. അപ്പൊ അതെല്ലാം എല്ലാവരും, സ്റ്റുഡൻസ് എല്ലാവരും രാവിലെ ഇത് കേൾക്കുമ്പോഴേ നിങ്ങൾക്ക് ഒത്തിരി മാറ്റം ഉണ്ടാവും. അത് നിങ്ങൾക്ക് ക്ലാസ് എടുക്കാനുള്ള അവസരവും ഈ വിംബിൾ അക്കാഡമി തരും. ഓക്കെ, ട്രെയിനിങ് ഈ രാവിലത്തെ മോർണിംഗ് സർക്കിളിലൊക്കെ നിങ്ങൾ എക്സ്പെർട്ട് ആയിട്ട് ക്ലാസ് എടുക്കണം എല്ലാവരും. ഓക്കെ, ഓക്കെ, താങ്ക് യു. വേറെ ആരാണ് അനുഭവം അഭിപ്രായം പറയുന്നത്? നമ്മുടെ സമയം അതിക്രമിക്കാറായി. നമുക്ക് പേരെന്താണ്? ജേക്കബ് സർ, ജേക്കബ് തോമസ്. ഓക്കെ, ഗുഡ് മോർണിംഗ് സർ. സാറിന്റെ കഴിഞ്ഞ ക്ലാസ് ഞാൻ കേട്ടായിരുന്നു. വളരെ നല്ല ക്ലാസ്സുകളാണ് സാറിന്റെ, വളരെ എഫക്റ്റീവായിട്ട് തോന്നാറുണ്ട്. നമ്മുടെ ചാറ്റിൽ ഒരു ചോദ്യമുണ്ട്, അപ്പൊ ഞാൻ വിചാരിച്ചത് സാറിനെ ഒന്ന് ശ്രദ്ധിച്ച് സാറിന്റെ ചാറ്റ് ഞാൻ ശ്രദ്ധിച്ചില്ല. ഓക്കെ, അതാ ഞാൻ വിചാരിച്ചു പറയാം. നമ്മൾ പുതിയ സ്കില്ലൊക്കെ പഠിച്ചെടുക്കുമ്പോൾ അതിൻ്റെതായ ഒരു ബുദ്ധിമുട്ട് നേരിടേണ്ടി വരുമല്ലോ. അപ്പൊ അത് നമ്മൾ വേഗം നിർത്താൻ തോന്നും. അങ്ങനെ വരാതിരിക്കാൻ നല്ല ആ സ്കിൽ അതൊരു മുന്നോട്ട് കൊണ്ടുപോകാൻ എന്താ ചെയ്യേണ്ടതെന്നാണ്. നമുക്ക് അതിന്റെ ഇപ്പൊ പുതിയ സ്കില്ല് പഠിക്കുമ്പോൾ നമുക്ക് അതിന്റെ ഉപയോഗം അറിഞ്ഞുകൊണ്ട് നമ്മൾ പഠിക്കുമ്പോൾ നമ്മൾ എഫർട്ട് എടുക്കാൻ തയ്യാറാവും. ഇപ്പൊ ന്യൂറോപ്ലാസ്റ്റിസിറ്റിയെ കുറിച്ച് അറിഞ്ഞിട്ട് ഇപ്പൊ ഞാൻ സാൻസ്ക്രിറ്റ് പഠിക്കാൻ തുടങ്ങാം. അപ്പൊ ഞാനിപ്പോ എനിക്ക് ഈ പ്രായത്തിൽ സാൻസ്ക്രിറ്റ് ആവശ്യമില്ല. ഞാനിപ്പോ ഒരു കോഴ്സിൽ ചേരാൻ തീരുമാനിച്ചു ഈ പ്രായത്തിൽ. എന്തിനാന്ന് പറഞ്ഞാൽ എനിക്കിത് അറിയാം. അപ്പൊ ഞാൻ എന്റെ തലച്ചോറിനെ കൂടുതൽ ആക്റ്റീവ് ആക്കണം. എനിക്കിനി ഒരുപാട് വർഷങ്ങളിൽ ക്ലാസ്സുകൾ എടുക്കണം. അപ്പൊ അതിനുവേണ്ടി ഞാൻ എന്റെ ആയുധം എന്ന് പറയുന്നത് എന്റെ ബ്രെയിനാണ്. ഒരു മരം വെട്ടുകാരനായ വെട്ടുകത്തി ഷാർപ്പാക്കി വെക്കണം. അപ്പൊ അങ്ങനെ ഒരു ആഗ്രഹം വന്നപ്പോൾ ഞാനിപ്പം സംസ്കൃതത്തിന് ചേരാൻ തീരുമാനിച്ചു. അപ്പൊ ചില ദിവസങ്ങളിൽ ക്ലാസ് മുടങ്ങും, അല്ലെങ്കിൽ പക്ഷെ എന്നാലും വേണ്ടിയല്ല, പഠിക്കാം. അവ ഏതെങ്കിലും രീതിയിൽ പഠിക്കാം എന്നുള്ള ആ ഒരു പ്രചോദനം നമ്മുടെ ഉള്ളിൽ ഉണ്ടാകുന്നത് അതിന്റെ ഗുണത്തെക്കുറിച്ച് ഓർത്തിട്ടാണ്. അപ്പൊ അവയർനെസ് ഗുണം കിട്ടിക്കഴിഞ്ഞാൽ പിന്നൊരു വിൽ പവർ വേണം. നമുക്ക് ഏത് കാര്യവും മുന്നോട്ട് കൊണ്ടുപോകണം എന്നുള്ള ആ ഒരു വിൽ പവർ, അതായത് മാത്രമേ വിജയിക്കാൻ പറ്റൂ. അപ്പം എത്രമാത്രം അതുകൊണ്ട് പ്രയോജനം നമുക്കുണ്ട് എന്നുള്ള കാര്യമാണ് പല ബുദ്ധിമുട്ടുകളും നമ്മളെ സഹിക്കാനായിട്ട് പ്രേരിപ്പിക്കുന്നത്. ഗുണത്തെ കുറിച്ച് അത്ര അറിയത്തില്ലെങ്കിൽ നമ്മൾ നിർത്തിക്കളയും. ഇത് വളരെയേറെ പ്രയോജനകരമാണ്. അത് നമ്മുടെ ജീവിതത്തിന് സെൽഫ് എംപവർമെന്റ് എന്ന് പറയുന്ന ഒരു കാര്യം ഏതൊരാൾക്കും ആവശ്യമാണ്. ഓരോ ദിവസവും നമ്മൾ നമ്മളെ പവർഫുൾ ആക്കി കൊണ്ടുവരണം. അപ്പൊ ഞാൻ എന്റെ കഴിഞ്ഞ ക്ലാസ്സിലെ മൈൻഡ് പവറിനെ കുറിച്ചായിരുന്നല്ലോ എന്റെ ക്ലാസ്. അതിൽ ഞാൻ ഒരു കാര്യം പറഞ്ഞത്, മൈൻഡ് പവർ കൂടാനുള്ള മാർഗം നോളജ്. എത്രമാത്രം നോളജ് നമ്മൾ നേടുന്നു അത്രയും നമ്മൾ പവർഫുൾ ആവും എന്ന് ഞാൻ പറഞ്ഞു. അപ്പൊ അതിലൊരു കാര്യമാണിത്. ഈ തലച്ചോറിലെ പുതിയ ന്യൂറൽ ലിങ്ക് ഉണ്ടാവുന്നത്, മൈൻഡ് പവർ കൂടും. കൂടുതൽ ന്യൂറൽ ലിങ്ക് നെറ്റ്വർക്ക് ഉള്ള ആളുടെ മൈൻഡ് പവർ കൂടും. അപ്പൊ പുതിയ ഭാഷ പഠിക്കുമ്പോഴേ, പുതിയ സ്കില്ല് പഠിക്കുമ്പോഴേ, പുതിയ കാര്യം പഠിക്കുമ്പോൾ കുറച്ച് ബുദ്ധിമുട്ടുകൾ ഫേസ് ചെയ്താലും അത് കഴിയുമ്പോൾ നമുക്കുണ്ടാകുന്ന മാറ്റങ്ങൾ ഓർത്ത് കഴിയുമ്പോൾ
അതിനെ ഓവർകം ചെയ്യാനായിട്ട് നമുക്ക് കഴിയും. പിന്നെ അഫർമേഷനിലൂടെ നമ്മൾ പോസിറ്റീവായിട്ട് അഫർമേഷൻ കൊടുക്കണം. ഞാനിത് ഫിനിഷ് ചെയ്യും. ചിലപ്പോൾ നമ്മളിത് ചേരുമ്പോൾ തന്നെ ഭാര്യയോ അമ്മയോ ഒക്കെ പറയും, ഓ ഇത് പകുതിക്കിട്ട് കളഞ്ഞിട്ട് പോകും, അത് ഫിനിഷ് ചെയ്യാൻ പോകുന്നില്ല, ആദ്യം ചേരും എന്നൊക്കെ കളിയാക്കും. ഇല്ലില്ല. അപ്പൊ അവരുടെ മുമ്പിൽ തന്നെ പറയാം, ഇത് ഞാൻ എന്തായാലും തീരുമാനിച്ചു, ഫിനിഷ് ചെയ്യും, ഉറപ്പാ, ഞാൻ പ്രതിജ്ഞ എടുത്തിരിക്കുകയാണ്. അതൊരു അഫർമേഷനാണ്. അപ്പൊ അങ്ങനെ പോസിറ്റീവ് അഫർമേഷൻസ് കൊടുത്തു മുന്നോട്ട് പോവുക. ഓക്കെ, തീർച്ചയായും. താങ്ക് യു സർ, താങ്ക് യു. നമ്മുടെ ബ്രെയിൻ ഒരു കംഫർട്ട് സോണിൽ നിൽക്കാനുള്ള ടെൻഡൻസി ഉണ്ടെന്ന് തോന്നുന്നു അല്ലേ സാറേ? തീർച്ചയായിട്ടും. അല്ല, മനുഷ്യൻ എന്ന് പറയുന്ന ഒരു ജീവി പ്ലഷർ പ്രിൻസിപ്പിളിലാണ് വർക്ക് ചെയ്യുന്നത്. നമ്മൾ ചെയ്യുന്ന സകല കാര്യങ്ങളുടെയും ഏറ്റവും ഇസഡ് കാര്യങ്ങൾ, നമ്മൾ അനങ്ങി ഒരു മുട്ടുസൂചി എടുക്കണം, അല്ലെങ്കിൽ നമ്മളൊരു ഉറുമ്പിനെ കഴിച്ച് ചൊറിയണം, അല്ലെങ്കിൽ കൊതുകിനെ അടിച്ചു കൊല്ലണം, ഇങ്ങനെയുള്ള മൈന്യൂട്ട് കാര്യങ്ങൾ വരെ പ്ലഷറിന് വേണ്ടി ചെയ്തു. പ്ലഷർ കിട്ടാത്ത കാര്യങ്ങൾ ചെയ്യത്തില്ല. പക്ഷേ ഇപ്പൊ പ്ലഷർ കിട്ടണമെന്ന് നിർബന്ധമില്ല, പിന്നീട് കിട്ടും. അപ്പൊ ഞാനിപ്പം ഇപ്പൊ വിമലിന്റെ ഈ രാവിലെ ക്ലാസ്സിൽ ഞാൻ 5:30 എനിക്ക് നല്ല ഉറക്കം വന്നു, ഞാൻ താമസിച്ചാ കിടന്നത്. പക്ഷെ ഞാൻ എണീച്ച് കറക്റ്റായിട്ട് ഈ ക്ലാസ് എടുക്കാൻ വരുമ്പോഴേ എനിക്കിപ്പോ പ്ലഷർ കിട്ടുന്നുണ്ട്. പിന്നീട് ഭാവിയിലും ചിലപ്പോൾ ഇതുകൊണ്ട് പല ഗുണങ്ങൾ ഉണ്ടായേക്കാം എന്ന് ഞാൻ ചിന്തിക്കുമ്പോൾ എനിക്ക് ആ പ്ലഷറും കിട്ടുന്നു. ഇത് 2 പ്ലഷറാണ് നമ്മൾ. ഇപ്പൊ 10ാം ക്ലാസ്സിൽ പഠിക്കുന്ന ഒരു കുട്ടി ഉറക്കം ഉളച്ച് 4 മണിക്ക് എണീച്ച് നല്ല തണുപ്പത്ത് എണീച്ച് കഷ്ടപ്പെട്ട് പഠിക്കുമ്പോൾ അവളുടെ മനസ്സിൽ അമ്മ പറഞ്ഞു കൊടുത്ത കാര്യങ്ങൾ, ഭാവിയിൽ നീ IAS ആവും, അപ്പൊ നിന്റെ പോസ്റ്റ് അവളത് മനസ്സിൽ കണ്ടു. അല്ലെങ്കിൽ ഡോക്ടർ ആവുമ്പോ, കാർഡിയോളജിസ്റ്റ് ആവുമ്പോ നിന്റെ ശമ്പളം, കാറ്, അതൊക്കെ അവള് മനസ്സിൽ കണ്ടു. അപ്പൊ ആ പ്ലഷർ അവൾ അനുഭവിച്ചുകൊണ്ടാണ് ഇരുന്ന് കഷ്ടപ്പെട്ട് പഠിക്കുന്നത്. അപ്പൊ 2 പ്ലഷറുണ്ട്. പ്രസന്റ് ആയിട്ടുള്ള പ്ലഷറും ഉണ്ട്, ഫ്യൂച്ചറിൽ നമുക്ക് കിട്ടാൻ പോകുന്ന പ്ലഷർ. ഈ ഏതെങ്കിലും ഒരെണ്ണം ഉണ്ടെങ്കിലേ നമ്മൾ മെനക്കെടുത്തും, നമ്മൾ കഷ്ടപ്പെടും. ഇല്ലേ മനുഷ്യൻ ആ വർക്ക് ചെയ്താലും മുടങ്ങും. അതുകൊണ്ട് എനിക്ക് പ്രയോജനമൊന്നുമില്ല. കാരണം പ്ലഷർ ഡിറൈവ് ചെയ്യാൻ പറ്റത്തില്ല. ഇതുകൊണ്ടാണ് കുട്ടികൾ ഈ മൊബൈൽ പിന്നെയും കളിക്കുന്നത്. പുസ്തകം എടുക്കുമ്പോൾ അവർക്ക് പ്ലഷർ കിട്ടുന്നില്ല. പക്ഷെ ചില കുട്ടികൾ പുസ്തകം എടുത്ത് പഠിക്കുന്നത് പ്ലഷർ ഫുൾ അനുഭവമായിട്ട് മാറ്റുന്നു. കാരണം അധ്യാപകരുടെ നല്ല കമന്റ്സ് കിട്ടുന്നു, നല്ല മാർക്ക് വാങ്ങിക്കുമ്പോൾ വീട്ടിൽ മോട്ടിവേഷൻ കിട്ടുന്നു, അവാർഡ് കിട്ടുന്നു. അപ്പൊ അവര് അതൊരു പ്ലഷറായിട്ട് മാറ്റും. പഠനം പ്ലഷറായിട്ട് മാറ്റും. പ്രഷർ പ്രിൻസിപ്പിളിലാണ് നമ്മുടെ എല്ലാ ആക്ടിവിറ്റിയും മുന്നോട്ട് നീങ്ങുന്നത്. ഇല്ലേ നമ്മളത് നിർത്തിക്കളയും. ഓക്കെ, ന്യൂറോപ്ലാസ്റ്റിസിറ്റിയെ കുറിച്ച് എന്തെങ്കിലും ഫർദർ ഡിസ്കഷൻ ഉണ്ടോ? നല്ല ക്ലാസ് ആയിരുന്നു. നല്ല പ്രസന്റേഷൻ ആയിരുന്നു സാറിന്റെ. നന്നായിട്ട് മനസ്സിലാവുന്നുണ്ട് കാര്യങ്ങളൊക്കെ, സിമ്പിൾ ആയിട്ട് സാർ പറയുന്നുണ്ട്. പിന്നെ ഈ ന്യൂറോപ്ലാസ്റ്റിസിറ്റി എന്ന് പറയുന്നത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇതിനെ കുറിച്ച് അറിയാത്തവരെ സംബന്ധിച്ച് ഇതൊരു ഭയങ്കര ഒരു സന്തോഷ വാർത്തയാണ്. കാരണം പലരും വിചാരിച്ചിരിക്കണമെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കൊരു ഇത്രയും ഒരു ഏജ് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ നമ്മുടെ ബ്രെയിനിനെ കൊണ്ട് വലിയ കാര്യമൊന്നുമില്ല, ബ്രെയിനിന്റെ കപ്പാസിറ്റി പിന്നെ കുറഞ്ഞ് പിന്നെ നമ്മളെ കൊണ്ട് വലിയ കാര്യമില്ല എന്നൊക്കെയുള്ളതാണ്. പക്ഷെ ഇങ്ങനത്തെ ക്ലാസ്സുകൾ കേൾക്കുമ്പോഴാണ് നമുക്ക് നമ്മളുടെ ഈ ന്യൂറോപ്ലാസ്റ്റിക് സംഭവങ്ങളൊക്കെ മനസ്സിലാവുമ്പോഴാണ് ഇതിന്റെ സയന്റിഫിക് വശങ്ങളൊക്കെ ഏജ് പ്രശ്നമേ അല്ല. 80-ലും 90-ലും മാത്രമല്ല, കുറച്ചു കാലം ഉപയോഗിച്ചില്ല. ഇപ്പൊ കുട്ടികളെ പറ്റി നമുക്ക് എന്താ മനസ്സിലാവുന്നത്? ഇപ്പൊ നമ്മുടെ അടുത്തൊരു കൗൺസിലിങ്ങിനായിട്ടൊരു കുട്ടി വരുന്നു. അപ്പൊ അമ്മ പറയുന്നു കോവിഡിന് ശേഷം ഇവൻ വായനയില്ല, പിന്നെ ഫുൾ ടൈം മൊബൈൽ കളിയാണ്, ഇപ്പൊ അവന് ഒരക്ഷരം പഠിച്ചിട്ട് തലയിൽ കയറുന്നില്ല. അപ്പൊ അവനും പറയുന്നു എനിക്ക് വായിച്ചിട്ടൊന്നും തലയിൽ കയറുന്നില്ല. സംശയമില്ല, നീ തല ഉപയോഗിക്കുന്നില്ലല്ലോ. നീ ഇതുവരെ കഴിഞ്ഞ 2-3 കൊല്ലമായിട്ട് മൊബൈൽ കാണുന്നതല്ലാതെ മറ്റു വ്യത്യസ്തമായ ആക്ടിവിറ്റി ഒന്നും നീ ചെയ്യുന്നില്ല. അവന്റെ തലച്ചോറിനകത്ത് ന്യൂറൽ നെറ്റ്വർക്ക് ഇല്ല. അപ്പൊ അവൻ മടിയനായി. അപ്പോഴാണ് മടിയനാവുന്നത്. അപ്പൊ നാട്ടുകാർ പറയും അഹങ്കാരം കൊണ്ടാണ്. അല്ല, അപ്പൊ നമുക്ക് മനസ്സിലായി അവന്റെ തലച്ചോറിനകത്ത് ന്യൂറൽ ലിങ്ക് കുറഞ്ഞു. അപ്പൊ നമ്മൾ ന്യൂറൽ ലിങ്ക് കൂട്ടാൻ വേണ്ടി അവനോട് പറയുന്നു ഇത്ര മണിക്കൂർ വായിക്കണം, ഇത്ര എഴുതണം, ഇത്ര കാര്യങ്ങൾ ചെയ്യണം, ജോലി ചെയ്യണം. അപ്പൊ ഞാന് മടിയനായ കുട്ടി, പഠിക്കാൻ മടിയുള്ള കുട്ടിയോട് അമ്മ എടുത്ത് പറഞ്ഞു വയലിന് വിടാൻ പറഞ്ഞു, കരാട്ടയ്ക്ക് വിടാൻ പറഞ്ഞു, അബാക്കസിന് വിടാൻ പറഞ്ഞു. അപ്പോഴത്തേക്കും പഠിക്കാൻ ടോപ്പായി. അപ്പൊ അമ്മ ആദ്യം സംശയിക്കുക, സാറേ ഇപ്പോഴേ പഠിക്കുന്നില്ല, ഇനി അതിന്റെ കൂടെ വയലിനും ഡാൻസിനും വിട്ടാൽ അവള് പഠിക്കുവോ? ഞാൻ പറഞ്ഞു അവൾക്ക് ഡാൻസ് ഇഷ്ടമാണല്ലോ, 1 മാസം ഡാൻസിന് വിട്, ഡാൻസുകാരിയാക്കാൻ വേണ്ടിയല്ല. അപ്പോ 1 മാസം ഡാൻസ് പഠിച്ചപ്പോ ക്ലാസ്സിൽ പഠിക്കാൻ പിടിക്കുകയായി. ഇതിപ്പോ ഞാൻ 35 കൊല്ലത്തെ അനുഭവത്തിൽ നിന്നാ പറയുന്നത്, കൗൺസിലിംഗ് എക്സ്പീരിയൻസിൽ നിന്നാ പറയുന്നത്. ഏത് കുട്ടിയും മിടുമിടുക്കരാക്കാം, ഏത് കുട്ടിയും. എത്ര മോശം കുട്ടിയെ തന്നാലും അവരെ നമുക്ക് മിടുമിടുക്കരാക്കി സൂപ്പറാക്കി മാറ്റാം. നമ്മളൊരു കാര്യം ഇതിന്റെ മെയിൻ എന്ന് പറയുന്നത് ഈ ന്യൂറൽ പാത്ത് സ്ട്രോങ് ആവാനായിട്ട് റിപ്പീറ്റേഷൻ ആണല്ലോ അല്ലെ? കേട്ടില്ല. റിപ്പീറ്റേഷൻ ആണല്ലോ ഇത് ന്യൂറൽ പാത്ത്. ഇപ്പൊ നമ്മളൊരു പുതിയ ഹാബിറ്റ് തുടങ്ങുമ്പോ
അത് സ്ട്രോങ് ആവാനായിട്ട് നമ്മൾ റിപ്പീറ്റ് ആണല്ലോ, റിപ്പീറ്റ് ചെയ്യുമ്പോഴാണല്ലോ ന്യൂറൽ കണക്ഷൻസ് സ്ട്രോങ് ആവുന്നത്. അതെ കൺസിസ്റ്റൻസി, അതെ. സ്ഥിരമായ പ്രാക്ടീസ്, ഇടയ്ക്ക് മുടങ്ങരുത്. ആ പിന്നെ അപ്പം അതിനെ ഒരു പേര് പറയില്ല, മറ്റേ നമ്മളൊരു കാര്യം ഇങ്ങനെ ചെയ്യാതിരിക്കുമ്പോ ആ ന്യൂറൽ കണക്ഷൻ ഇങ്ങനെ വീക്കായി വന്നിട്ട് പിന്നെ നമ്മുടെ ബ്രെയിന് ആ ഒരു അപ്പൊ കണക്ഷൻ എടുത്ത് ആ ചെയ്യുന്നതിന് കഴിവ് ഒരു വന്ന് നഷ്ടപ്പെടാനും സിനാപ്റ്റിക് കുറയാനും ഇടയാ. പ്രൂണിങ്ങോ, അതെ അതെ, എന്തോ സിനാപ്റ്റിക് പ്രൂണിങ്ങോ അങ്ങനെ എന്തോ കേട്ടിട്ടുണ്ട്. ആ കണക്ഷൻ എടുത്ത് കളയും, വീക്ക് ആയിട്ടുള്ള കണക്ഷൻ. ആ കണക്ഷന്, പരസ്പരമുള്ള കണക്ഷന്റെ ആ സ്ട്രെങ്ത് അങ്ങ് കുറയും, അത്രേ ഉള്ളൂ. അപ്പൊ നമുക്കത് അത്രയും നല്ലോണം ചെയ്യാൻ പറ്റാതെയാവും. അതാണ് ചില ആൾക്കാർ എക്സൽ ചെയ്യുന്നതിന്റെ കാര്യം, കൺസിസ്റ്റന്റ് ആയിട്ടുള്ള പ്രാക്ടീസ് ആണ്. അവരുടെ വിൽ പവർ കൊണ്ട് അവരത് മുടങ്ങാതെ എന്തെല്ലാം തടസ്സം വന്നാലും അവരത് കണ്ടിന്യൂ ചെയ്യും. ഇപ്പൊ യോഗ പഠിച്ചു, പിന്നെ യോഗ മുടക്കിയിട്ടേ ഇല്ല, അപ്പൊ യോഗ എക്സ്പെർട്ടാണ്. വയലിൻ ബാലഭാസ്കർ സൂപ്പർ ആയത് അത്രയും മണിക്കൂർ പ്രാക്ടീസ് ചെയ്തു. അതുപോലെ സർക്കസ് ആയാലും മാജിക് ആയാലും, അതിനകത്ത് ഇപ്പം മുതുകാട് മാജിക് നല്ലോണം കാണിക്കും. അദ്ദേഹം കുട്ടിക്കാലം മുതൽ അതിനകത്ത് മാത്രം അദ്ദേഹത്തിന്റെ മൈൻഡ് അപ്ലൈ ചെയ്യുന്നു, അത് സ്ഥിരമായിട്ട് പ്രാക്ടീസ് ചെയ്യുന്നു. അപ്പം ചില ആൾക്കാർ സർക്കസ് ഒക്കെ കാണിക്കുമ്പോൾ നമുക്ക് അതിശയം തോന്നും, പക്ഷെ അവർ എത്രയോ വർഷങ്ങളുടെ പ്രാക്ടീസ് കൊണ്ട് ബ്രെയിനിനകത്ത് കറസ്പോണ്ടിങ് ന്യൂറൽ നെറ്റ്വർക്കുകൾ സ്ട്രോങ് ആയി, അത്രയേ ഉള്ളൂ. അതാണ് അതിന്റെ സയൻസ്. ഓക്കെ, അപ്പം വീട്ടിലെ എല്ലാരെയും ന്യൂറോ പ്ലാസ്റ്റിസിറ്റി പഠിപ്പിച്ചിട്ട് എല്ലാരെയും പുതിയ പുതിയ കോഴ്സിനും പുതിയ പുതിയ സ്കില്ലൊക്കെ പഠിപ്പിക്കുക. നിങ്ങൾ ഇതുവരെ അടുക്കളയിൽ കയറി സാമ്പാർ വെച്ചിട്ടില്ല, ചിക്കൻ വെച്ചിട്ടില്ലെങ്കിൽ ഇതുവരെ ചെയ്യാത്തവര് പുരുഷന്മാര് അടുക്കളയിൽ കയറി പാചകമൊക്കെ ഭാര്യയുടെ നിന്ന് പഠിക്കുമ്പോൾ പുതിയ ന്യൂറൽ നെറ്റ്വർക്ക് ഉണ്ടാവും. അങ്ങനെ എല്ലാവരും ബ്രെയിനിനകത്ത് കൂടുതൽ ന്യൂറൽ പാത്വേസ് ഉണ്ടാക്കുക, ആയുസ് കൂട്ടുക, ആരോഗ്യം കൂട്ടുക, ചെറുപ്പം നിലനിർത്തുക. ഓക്കെ, അപ്പൊ നമുക്ക് ഇന്നത്തെ ക്ലാസ് വൈൻഡപ്പ് ചെയ്യാം. താങ്ക് യു വെരി മച്ച്. Thank you so much. ഓക്കെ സാർ, താങ്ക് യു.